നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പരിപാടി ഇന്ന് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ചേച്ചി സെൻസി ഷെർലി സ്വാഗത പ്രസംഗത്തിനായി ക്ലർജി കൗൺസിൽ സെക്രട്ടറി ഫാദർ കെ അവിനാശോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെറിയ നോട്ടീസ് കുറച്ച് ദിവസത്തിൻ്റെ നോട്ടീസിലാണ് എത്രയായിരുന്നു ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. ആ കുറച്ച് ദിവസത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള സംഘടന എല്ലാവരും സന്തോഷം. ഈ ദിവസം പൗരസ്ത്യ ദിനമായിട്ട് സഭ ആചരിക്കുക എന്നുള്ള ചിന്ത ഇനി പല വൈദികർക്കുണ്ട്. ഓരോ ദിനങ്ങൾ കൊണ്ടാടുന്ന ഒരു കാലഘട്ടമാണ്. സഭയിൽ അതിനൊരു ദിനം പൗരോഹിത്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്കുള്ള വെല്ലുവിളികളെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുക. പ്രാർത്ഥിക സഹജമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സുകൾ പറയാനും പറയുകയും അദ്ദേഹം കടന്നുപോവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കൗൺസിൽ സെക്രട്ടറി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ ഞാൻ ഫോണിലൂടെ വിളിച്ചിരുന്നു. അവൻ പിന്നെ വിളിച്ചിട്ട് ഞാൻ വിളിച്ച് കാണാൻ വരാം മുൻപിട്ട് പറഞ്ഞു. വരേണ്ട ആവശ്യമില്ല, ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരും. കൃത്യസമയത്ത് തന്നെ തിരുമേനിയോട് എത്തിച്ചേരുന്നില്ല. കൃത്യസമയം പാലിക്കുന്ന വളരെ ചുരുക്കം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതായിട്ടാണ് കൃത്യസമയത്ത് എത്തിച്ചേരുന്നത്. ഈ ക്രിസ്തുവിനെയും വൈദികർക്ക് മുമ്പ് തന്നെ തിരിഞ്ഞിരിക്കും സമയത്ത് തിരക്ക് പിടിച്ച ജോലിഭാരമുണ്ട്. രീതിയിൽ പല തവണകളിലായിട്ട് ഞാൻ തിരുമേനിയെ അറിയും. എന്നെ കൂടുതൽ
അതിന് പള്ളിപ്പണി സമയത്ത് അവസാനം വിളിക്കാറുണ്ട്. പള്ളി വിളിക്കുന്ന സമയത്തും സുവിശേഷ യോഗം കഴിഞ്ഞിട്ടൊക്കെ ക്ഷണിക്കാറുണ്ട്. വളരെ സ്നേഹപൂർവ്വം ഉള്ളിൽ കടന്നതാണ്. ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഈ പുതിയ ടീമേരിയുടെ ഒന്നാം പട്ടാഭിഷേക വർഷത്തിൽ ഔദ്യോഗിക സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ക്രിസ്തുവിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്ഥാനാർഹമായി കഴിഞ്ഞ വർഷം ഇന്നത്തെ കഴിഞ്ഞു. പക്ഷേ പൗരവിദ്യ ജീവിതത്തിലെ ഇനിയുള്ള കാലങ്ങളിൽ ഈ വർഷം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ ധൈര്യം മുമ്പിൽ നിന്ന് തന്നെ നയിക്കാനായിട്ട് ഇതിന് സാധിച്ചിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ മുൻ പൊളിറ്റിയെ സംബന്ധിച്ച് പലപ്പോഴും സാരമില്ല, പോട്ടെ എന്ന് പറയുന്ന രീതിയിലുണ്ട്. ഒരു രീതിയിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ ഒരു ഉരുക്കം ഉള്ളതായിരുന്നു കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും യുവത്വത്തിൻ്റെ പ്രത്യേകമായിട്ട് നമുക്ക് കാണുന്ന പുതിയ നമ്മുടെ സഭയിൽ ഒരു പ്രശാന്തമായ ജീവിതത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇതിനുവേണ്ടി സാധിക്കട്ടെ ആശംസകളോടൊപ്പം സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതിച്ചു. അതുപോലെ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന വൈദികർ വിശുദ്ധ കുർബാനയ്ക്ക് വൈദികർ കടന്നുവരികയും ഇപ്പോൾ ഈ ചിലർ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വൈദികരും പലപ്പോഴും ഐക്യപ്പെട്ടു പോകാൻ സാധ്യതയില്ലാത്ത ഒരു വിഭാഗമാണ് ഞാൻ. ഇത്രയും 47 വർഷം കൊണ്ട് മനസ്സിലാക്കിയ അച്ഛനാണ്. ഒരു കാരണവശാലും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വലിയ പരാജയമായിട്ട് തന്നെ കാണിക്കുന്നത്. ഒരാളിങ്ങോട്ട് വരുമ്പോൾ മറ്റാളങ്ങോട്ട് വരും, ഭാരം വഹിക്കുന്ന സ്വഭാവം കാണിക്കുന്നത്. അതിനെ ഒറ്റപ്പെട്ട് ഒരുമിച്ച് ഈ പൗരോഹിത്യ കാര്യങ്ങളിൽ നമ്മൾ ഒന്നായി ഇരിക്കണം, ഒന്നായി പോകേണ്ടവരാണ്. ഇതിനെപ്പറ്റി പലപ്പോഴും പല സമയങ്ങളിലും ചിന്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അതൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും അഭിപ്രായ ഭിന്നതയാണ് കൊണ്ടുള്ള ഒരു സ്നേഹം കൊണ്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും കാണുമ്പോൾ സ്നേഹിക്കുകയും ചിരിക്കുകയും കേൾക്കുന്നതിന് വിശേഷം ചോദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയാണെന്ന്. എന്നിരുന്നാലും ഇനിയും കാലമുണ്ട്. വൈദികരെ ഒന്നായി തന്നെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. എല്ലാ വൈദികരും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം. അതുപോലെ കേന്ദ്ര ക്രിസ്ത്യന്മാർ സഭയിലെ 10 സംഘടനകളുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അച്ഛന്മാർ മാത്രമല്ല, അച്ഛന്മാരെ കുടുംബത്തിൽ കൂടി ക്ഷണിച്ചിട്ടുണ്ട്. കുറച്ച് കുടുംബമൊക്കെ കാണാനുണ്ട്. പിന്നെ ഒരു ദിവസമല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്ന ആൾക്കാർക്കും പറയാൻ സാധിച്ചത്. നായ്മാരെ സ്വാഗതം ചെയ്യും. പഞ്ചായത്തിൻ്റെ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നമസ്കാരം.
നിങ്ങളോടായിരിക്കുന്നത് സന്തോഷകരമായ ഒരു ചോദ്യമാണ്. ആയതുകൊണ്ട് നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഇന്നത്തെ ദിവസത്തിൽ ആവശ്യം ആയിരിക്കുന്ന അവസരം ശ്രമിക്കുന്ന ദിവസം തന്നെയാണ്. നമുക്കെല്ലാവർക്കും പങ്കുചേർന്ന് അനിതവാദിക്കെത്താനായിട്ട് ഞാൻ ദീർഘാവസാനിക്കുന്നില്ല. ഇതുപോലെ വലിയ സുഖമില്ല എങ്കിലും പല സാധനങ്ങളുണ്ട്. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഒരുപാട് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം സിസ്റ്റർ വലിയ വിദ്യാർത്ഥികൾ, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രാരംഭമായി പതിനെട്ട് വാർഷികയുടെ വാർഷിക ആശംസകൾ നേരാം. ഇതോടൊപ്പം രണ്ടാഴ്ച വൈകിട്ട് എല്ലാവർക്കും ദൈവം മനുഷ്യനായി എന്നതിൻ്റെ ആശംസകൾ മുന്നോട്ട് തന്നെ. അതോടൊപ്പം ഒരാഴ്ച വൈകി പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരാം. എനിക്ക് തോന്നുന്നത് വളരെ സംഗതമായ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ കാലഘട്ടം നേരിടുന്ന വെല്ലുവിളി എൻ്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സോഷ്യൽ മീഡിയയാണ്. സ്വാതന്ത്ര്യം സാർവലൗകികമായ പശ്ചാത്തലം ആർക്കും കയറി വരാൻ സാധിക്കുന്ന ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ. ആരെയും ഏത് വിധത്തിലും പുകഴ്ത്താനും വിമർശിക്കാനും സാധിക്കുന്ന ഒരിടവുമാണ്. ആരുടെയും അപ്രമാദിത്വം എന്ന് കരുതുന്ന അധികാരം, മേൽക്കോയ്മ ഒന്നും അംഗീകരിക്കണം എന്ന് നിർബന്ധമില്ലാത്ത ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. ഒരുപക്ഷെ യഥാർത്ഥത്തിൽ എന്നതിൻ്റെ ഒരു നിർവചനമായിട്ട് പോലും സോഷ്യൽ മീഡിയയെ കാണാവുന്നതാണ്. ചില ആളുകൾ വലിയ അഭിമാനത്തോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ വാട്സപ്പിലോ ഒന്നും വിശ്വാസമില്ല, ഞാൻ അതൊന്നും അർത്ഥമല്ല. അവിടെ ഒരു പ്രശ്നം മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സില്ല എന്നതാണ് അതിൻ്റെ അർത്ഥമായി ഞാൻ കാണുന്നത്. ഇവിടെ നമുക്ക് രുചികരമായ കാര്യമായിരിക്കണം നമ്മൾ വരുന്നത് എന്ന നിർബന്ധം. പക്ഷെ അതിനൊരു പോസിറ്റീവ് എലമെന്റ് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ എങ്ങനെ വിലയിരുത്തുന്നു, പരിഗണിക്കുന്നു, കാണുന്നു എന്നറിയാനുള്ള ഒരു ഇടമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അവിടെ
ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു സാധ്യതയിൽ വരിക എനിക്ക് എങ്ങനെയറിയാം. രാവിലെ കണ്ണാടി എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായി മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് പിന്നിൽ. കണ്ണാടി നോക്കാത്ത ആളുകളുടെ സംശയം ചില ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ കണ്ണാടി നോട്ടം പോലെ തന്നെ സാധ്യതയുള്ള ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വൈദികൻ എങ്ങനെ അതിനെ കാണണം എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാൻ പക്ഷേ ഞങ്ങളുടെ സഭയിൽ ആദ്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ പഠനകാലത്ത് ഞാൻ ജീവിച്ചിരുന്ന നാട്ടിൽ അത് കുറെ സാധ്യമായിരുന്നു. ഭാരതത്തിലൊക്കെ ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പേ അവിടെ പാശ്ചാത്യ നാട്ടിൽ വരികയും അവിടെ താമസിച്ച് പഠിക്കുന്ന ഒരു കാലത്ത് അതൊരു സാധ്യതയായി. ഇപ്പോഴും അത് ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ്. അതിൻ്റെ നല്ല വശം പരിശോധിക്കാനും കാണാനും ഇതൊരു കൂടുതലാണ്. മലയാളത്തിൽ മാത്രം നയിക്കുന്നത് നേരിട്ട് പോകാൻ പറ്റില്ലാത്ത മൈക്കിലേക്കൊണ്ട് ചോദിക്കുന്നത്. പള്ളിയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന വൃത്തിയുടെ ഒരു ഭാഗം ഈ മൈക്കിൻ്റെ ഉപയോഗം. ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മൈക്കിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലെ ചെറിയ ഇൻഷുർ ചെയ്തതാണ്. കുറെ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? തലയാട്ടെ എന്താ മനസ്സിലാക്കുക കേൾക്കാം. അതാണ് ആവശ്യം. മൈക്കിൻ്റെ ഉപയോഗം. ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഒരു വൈദികനെ സഹായിക്കുക എന്നുള്ള ചോദ്യം. അപ്പോഴാണ് ഇല്ല അവർക്ക് കുഴപ്പമില്ല. അവിടെ ഒരു കാലത്ത് ഈ കോവിഡിന്റെ വ്യാപനത്തിന് ഉപയോഗിച്ച ഒരു സാധനമാണ്. കുഴപ്പമില്ല. അതാണ് കുഴപ്പമില്ല. ഞാൻ ആദ്യത്തെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നോക്കി ചെന്നൈ. അപ്പോൾ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പ്രാഥമികമായ ചില വിവരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ആളുകളോട് പറയുന്നത്. മൈക്കിനൊക്കെ ഉപയോഗം ഞാൻ പറയുന്ന ശബ്ദത്തിൽ കേൾക്കുന്ന ആളുടെ ചെവിയിലെത്തിക്കുക. ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എന്നെ എനിക്ക് കാണാൻ ഒരു സാഹചര്യം ഒരുക്കപ്പെടുന്നു. ഈ കാലത്ത് അച്ഛന്മാരെ കുറിച്ച് പൊതുവെ നല്ലൊരു അഭിപ്രായമാണ്. ഭാരതത്തിൽ തന്നെ അത് ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ലതാണ്. കർത്താവിൻ്റെ ജീവിതകാലത്ത് ഏകാഭിപ്രായം എന്ന് പറയുന്നത് വളരെ അപൂർവമേ ആയിരിക്കുമ്പോൾ അവിടെയാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് താൻ എന്ന് അറിയാനുള്ള ഒരു അന്വേഷണം. താൻ തന്നെ മനസ്സിലാക്കുന്നത് പോലെയാണോ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്ന ഒരു അന്വേഷണം. അതാണ് യേശു ശിഷ്യന്മാരുടെ മധ്യത്തിൽ അവതരിപ്പിക്കുന്നത്. ജനം എന്നെക്കുറിച്ച് എന്ത് പറയും? അക്കാലത്ത് ചെറിയൊരു കൂട്ടമാണ്. പക്ഷെ ഇക്കാലത്ത് ലോകമെമ്പാടും ന്യൂസിലൻഡിൽ നിന്നിട്ട് ആളുകൾ എന്നെക്കുറിച്ച് ഓരോ അഭിപ്രായം പറയുമ്പോൾ ഞാൻ അത്ര
എന്ന് അന്താളിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുക. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും. പക്ഷെ ആ അഭിപ്രായവും എനിക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് എങ്ങനെയാണ് പൊരുത്തപ്പെടുക എന്നുള്ള ചോദ്യം സ്വാഭാവികം. മലയാളികളുടെ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് താല്പര്യങ്ങൾ, ആവശ്യങ്ങൾ അധികമായിരിക്കും. പക്ഷേ ആ ആവശ്യങ്ങൾക്കും അപ്പുറത്ത് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. യേശുവിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതില് ഒന്നാമത് യേശുവിന് തന്നെ കുറിച്ചുണ്ടായിരുന്ന താല്പര്യം മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ വരും. ആളുകൾ പലതാണ് പറയും. ചിലർ യോഹന്നാൻ സ്നാപകൻ, ചില പ്രവാചകന്മാരുടെ എന്നൊക്കെ പറയും. അപ്പോ ദൈവികമായ ഒരു വെളിപാട് ഉണ്ടാവുകയാണ്. പത്രോസ് വഴിയാണ് ഉണ്ടാകുന്നത്. അത് യേശു അംഗീകരിക്കുന്നുണ്ട്. തന്നെ കുറിച്ചുള്ള ധാരണ തന്റെ പിതാവിൽ നിന്ന് തന്റെ ശിഷ്യ സമൂഹത്തിലേക്ക് അത് തനിക്ക് തിരിച്ച് ഒരു ധാരണ വ്യത്യാസം ഉണ്ടാകുന്നു എന്നുള്ളതിനേക്കാൾ തനിക്കുള്ള ധാരണ മറ്റുള്ളവർക്ക് പങ്കിടാൻ സാധിക്കും. അവിടെ ഒരു എഡ്യൂക്കേറ്റീവ് പ്രോസസ്. ഞാൻ ആരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നൊരു ചോദ്യം. യേശുവിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഉണ്ടായിരുന്ന ധാരണ തീർച്ചയായിട്ടും പൂർണ്ണമാണ്. പക്ഷെ നമ്മളെ കുറിച്ചുള്ളത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തിരുത്തലിന്റെ സാധ്യതയും കൂടെ അവിടെയാണ്. അതിപ്പോ വൈദികരുടെ മാത്രം ഒരു വിഷയമല്ല. ഒരു പിതാവിന് കുടുംബത്തിൽ ഉള്ള ധാരണ മറ്റുള്ളവർക്കുണ്ടോ എന്ന ചോദ്യം. ആയിരിക്കുന്നുണ്ടോ? മക്കളുണ്ടോ? സഹോദരങ്ങൾക്കുണ്ടോ? അത്തരം ചോദ്യങ്ങളും ഇതിൽ ഉന്നയിക്കപ്പെടാവുന്നതാണ്. വൈദികരെ മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലാതെയാകുന്നത്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ആ വ്യക്തിക്ക് ഒന്നാമത് സ്വയമായ ധാരണ ഉണ്ടാവുകയും എന്നാൽ ആ ധാരണ പരിശോധിക്കാൻ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അവിടെയാണ് ഒരു തിരുത്തലിന്റെ സാധ്യതകൾ. അതല്ലാത്ത ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്നെ കുറിച്ച് കഴിച്ചിട്ടുള്ളതാണ് അവസാന വാക്ക്. യേശുവിന് അങ്ങനെ പറയാമെങ്കിൽ നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. കാരണം നമ്മൾ വളർന്നു വന്നത് മറ്റുള്ളവരുടെ മധ്യത്തിലാണ്. അവർ നമ്മിൽ നാം ധരിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഇൻപുട്സ് അത് നമ്മളെ ഒത്തിരി ധാരണ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പറയുന്ന പാഠം അവിടെ പെരുന്നാൾ കഴിഞ്ഞ് പോരുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി സംസാരം പിള്ളേരുടെ ഏറ്റവും കൂടുതലും ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നം നയിക്കുന്നതിന്. അപ്പൊ അദ്ദേഹം പറയുന്നത് അത് പിള്ളേരുടെ പ്രശ്നമല്ല, പേരൻസിന്റെ പ്രശ്നം. പേരൻസ് ആവശ്യമില്ലാത്ത ഭാരങ്ങൾ, നിബന്ധനകൾ, ലക്ഷ്യങ്ങൾ കുട്ടികളിൽ കൊടുത്തിട്ട് അത്രത്തോളം സാധിക്കാതെ വരുമ്പോൾ കുട്ടികൾ ആകെ സംഭ്രമത്തിലാണ്. ആ സംഭ്രമം ഒതുക്കാൻ ചില ആളുകളെങ്കിലും കണ്ടെത്തുന്നത് ഈ മയക്കുമരുന്നിന്റെ ലഹരിയിൽ തന്നെ മറക്കാൻ പറ്റുക. അത് സാവകാശം നമ്മുടെ വൈദ്യ സമൂഹത്തിന്റെയും പള്ളി ചുമതലക്കാരുടെ എല്ലാ പ്രശ്നങ്ങളാവുകയും ചെയ്യും. പക്ഷേ ഈ ലോകം മുഴുവൻ തമ്മിൽ ഏൽപ്പിക്കുന്ന ധാരണകൾ വെച്ചുകൊണ്ടാണ് നാം നമ്മെ കാണാൻ ശ്രമിക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ടും ആ ധാരണ 100% ശരിയാവണമെന്നില്ല. അവിടെയാണ് ഈ ലോകം നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മുടെ ചെറിയ ലോകത്തിന് അപ്പുറത്ത് വിശാലമായ ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ ഈ മീഡിയ നമ്മെ സഹായിക്കുന്നത് എന്നാണ്. അത് ഉണ്ടാകുകയും വേണം. ഇല്ലെങ്കിൽ യേശു ശിഷ്യന്മാരോട് ചോദിക്കേണ്ട കാര്യമുണ്ടായിരുന്നു, നിങ്ങളെന്നെ എങ്ങനെയാണ് കാണുന്നത്. രണ്ടാമതായിട്ട് അതിൽ കാണുന്ന ഒരു വിഷയം, നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് യേശുവിന്റെ കാര്യത്തിൽ ശരിയായിരിക്കുകയും അവൻ സാക്ഷാൽ ദൈവപുത്രനാണ് എന്ന് സാക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, പക്ഷെ അവനെ വിളിച്ചത് ദൈവപുത്രനല്ല, മനുഷ്യപുത്രനാണ് എപ്പോഴും. ഇത് വേറൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. അതൊരു വലിയ വെല്ലുവിളിയാണ്. പലപ്പോഴും ഞാൻ ഈ പള്ളികളിൽ ചെല്ലുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ ആളുകൾ വെള്ളിയിലെത്തുന്നു. ഒരു മഴയില്ല വെയിലുമില്ല എങ്കിൽ കുടമിട്ടത്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഒരു മഴയൊന്നുമില്ല എന്തിനെ കുട? അതുപോലെ അലങ്കൃതമായ കുട ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചില ആളുകൾ പ്രസംഗിക്കുകയും ഇങ്ങനെയൊന്ന് എഴുന്നേറ്റുണ്ട് സ്വയമായിട്ട്. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിക്കാതിരിക്കും. ഈ മെത്രാനായ കാലത്ത് എനിക്ക് അങ്ങനെ ചില കാരണം കഷ്ടമുണ്ടായി വേണ്ടായി എന്നുള്ളത്. അവിടെയാണ് യേശു ഉയർത്തുന്ന ഒരു ചോദ്യം. ദൈവത്തിനാണ് എന്ന് വിശ്വസിക്കുക, പക്ഷേ അവനെ തന്നെ നൽകപ്പെട്ട സാഹചര്യത്തിൽ കണ്ടത് മനുഷ്യൻ. ഇതിന് ദൂരവ്യാപകമായ ദൈവശാസ്ത്രപരമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഫലങ്ങളും ദൈവപുത്രനായിരിക്കെ തന്നെ മനുഷ്യപുത്രനായി അത് ഉയർത്തുന്ന കുറേയധികം തീർച്ചയായിട്ടും ചോദ്യങ്ങൾ. ഞാൻ ആരാണ് എന്നറിയുന്ന കാര്യത്തിലും അത് വളരെ നിർണായകമായ ഒരു വിഷയമാണ് എന്നാണ്. ദൈവപുത്രനാണ്, അതേസമയം തന്നെ മനുഷ്യപുത്രനുമാണ്. അവിടെ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ചോദ്യത്തിലൊന്ന്, ഞാൻ ദൈവസന്തതിയാണോ മനുഷ്യസന്തതിയാണോ? അപ്പോ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ദൈവസന്തതിയും മനുഷ്യസന്തതിയും തമ്മിലുള്ള വ്യത്യാസം. യേശുവിന്റെ സമീപനത്തിൽ ഒരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. ചില ആളുകൾക്ക് അത് വളരെ ഒഫൻസീവായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ദൈവവും മനുഷ്യനും തമ്മിൽ ഞാൻ തർജ്ജമ ചെയ്ത് പറഞ്ഞ വ്യത്യാസമില്ല. ഉള്ള വ്യത്യാസം, ദൈവം എന്നുള്ളത് പൂർണ്ണതയുടെ ആളത്വവും മനുഷ്യൻ എന്നുള്ളത് പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്ന ആളത്വവും. അതിന് ഉൽപ്പത്തി പുസ്തകം തന്നെ സാക്ഷിയാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന്റെ ജീവശ്വാസവും മനുഷ്യൻ ലഭിച്ചു. അതിന്റെ പ്രകടമായ ഭാവമാണ് ദൈവം സൃഷ്ടിച്ചതിന് പേരിടാൻ സാധിച്ചത്. ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന രണ്ടാളത്വങ്ങൾ കണ്ടുപിടിക്കുന്നു. അവിടെ ഒരു ഉച്ചനീകത്വത്തിന്റെ വിഷയം ഇല്ല വാസ്തവം. ഒന്ന് പൂർണ്ണതയുടെ അളത്വവും മറ്റൊന്ന് പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കാനുള്ള അളത്വം. ഈ ഒരു കാര്യമാണ് പാമ്പ് എന്ന് പറയുന്നത്. ദൈവത്തെ പോലെയാണ്, ഒരു തത്വമില്ലാത്ത കാര്യമാണ്. ഈ പൗരസ്ത്യ സഭാപിതാക്കന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എന്നാണ് പറഞ്ഞത്. കാരണം അതിന് സഞ്ചാരത്തിന്റെ ഒരു പാതയുണ്ട്.
സ്വാഭാവികമായിട്ടും യേശു തന്നെ കുറിച്ച് തന്നെ ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ ശരിയാണ്. നമ്മൾ പറയും പൂർണ്ണ മനുഷ്യത്വം. അതാണ് ഓരോ മനുഷ്യന്റെയും അത്യന്തികമായ കാരുണ്യം, ക്ലൈമാക്സ്. ആ ക്ലൈമാക്സിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന ദൗത്യം വലിയൊരു വെല്ലുവിളിയാണ്. അവിടുത്തെ സഭാപിതാക്കന്മാർ അവരുടെ വിനയത്തിൽ നിന്നാണോ അതോ ചിലർ കാരണപിശയിൽ നിന്നാണോ എന്ന് എനിക്ക് നിശ്ചയില്ല. മനുഷ്യനെ കുറിച്ച് ഒരല്പം പരിഗണന കുറവേ കണ്ടിട്ടുള്ളൂ. എനിക്ക് നിങ്ങളുടെ പ്രധാന എഴുതുമ്പോൾ സഭയിൽ എന്താണ് അവസാനം പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പറയുന്നു. അർത്ഥം കിലോ പാക്കോയെ ഒരു തമാശ പണ്ടൊരമ്മച്ചി ഈ ബിരിയാണിയിലാണ് ഇതൊക്കെ പറഞ്ഞത്. ഈ പോഷക പുരസ്കാരം എന്ന് പറയുമ്പോൾ ആമി എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താ പറഞ്ഞതൊന്നും നിശ്ചയൊന്നും. അത് കഴിഞ്ഞ് ഒരു പുതിയ അച്ഛൻ സെമിനാരി പഠനമൊക്കെ കഴിഞ്ഞാൽ മലയാളത്തിൽ പ്രധാന ചെല്ലിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനോട് എൻ്റെ ഭാവിയുള്ള മനുഷ്യ തലയൊക്കെ കൊണ്ടുമാറ്റിയിട്ട് നേരെ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുടുംബത്തോട് പോവുക. അപ്പോൾ അടുത്തിരുന്ന ഒരാൾ ചോദിച്ചു എൻ്റെ അമ്മയ്ക്ക് പോകുന്നത് ഈ കൊള്ളത്തെ കഥകാരെ കൊണ്ട് പ്രധാന ഇരിക്കുന്ന ആരാണ്? ഞാനും അല്ലെങ്കിൽ ഭാവിയുള്ള ആസനം. ആ കാര്യത്തിൽ എനിക്കൊരു ഒരു മനപ്രയാസമുണ്ട്. വാസ്തവത്തിൽ അത്രയും മോശമാണ് ഞാൻ എന്നുള്ളൊരു ബോധമുണ്ട്. പൗരസ്ത്യ സഭാപിതാക്കന്മാർ ഉണ്ടാക്കിയ ഒരു ആരാധനയുടെ പാശ്ചാത്യ സംസ്കാരത്തിൽ കുറച്ചുകൂടെ ഉണ്ട്. ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം തിന്മയാണ് എന്നൊരു ഭാവം എവിടെയോ അവർക്ക് കടന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കണം. ഒരു യുക്തഭാവം ആത്മാവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നല്ലതാണ്, ഭൗതികം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി മോശമാണ്. അവിടെ എന്നെക്കുറിച്ച് ഞാൻ ധരിക്കുന്നത് അതൊരു വൈദികനായാലും അല്ലെങ്കിൽ വൈദികർക്ക് ഉള്ള പ്രത്യേകത പറഞ്ഞു ഞാൻ ഒരു സഞ്ചാരിയാണ്. അത് ആദ്യം മുതലേ ദൈവം നിർദ്ദേശിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ ഞങ്ങളുടെ രാജ്യമാണെന്നൊക്കെ പറയുമ്പോൾ ഞാനതിന് തർക്കിക്കുന്നതാണ്. അവർക്കങ്ങനെ ഒരു രാജ്യം ഉണ്ടാകാൻ ദൈവം ഉദ്ദേശിച്ചിരുന്ന കാര്യത്തിൽ പഴയ നിയമം പഠിക്കാൻ ശ്രമിച്ച ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് സാധിക്കും. കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനാണ്, കാണിച്ച ദേശത്തേക്കാണ്. അവിടെ അബ്രഹാം 17 പ്രാവശ്യം വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് താമസിച്ചു. ചെന്നപ്പെട്ട മിസ്രൈമിലാണ് അവർക്കൊരു ധാരണപശു ഉണ്ടായത്. അത് സ്ഥിരമായിട്ടൊരു സ്ഥലം വേണം, ഒരു രാജാവ് വേണം. അതിന് ഏറ്റവും വഷളാക്കിയ കഥകളൊക്കെ ഈ വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അത്രത്തോളം മനസ്സിലാവുകയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ഒരു യോഗത്തിലൂടെ തൃശ്ശൂർ ഞാൻ ദാവീദിനെ കുറിച്ചും ശലോമോനെ കുറിച്ചും പറഞ്ഞതിന് കുറേയധികം ഞാൻ കേട്ടതാണ്. പക്ഷെ അതാണ് ഞാൻ വായിക്കുന്നത്. തുടക്കത്തിലേ പറഞ്ഞു നിങ്ങൾക്കൊരു രാജാവിന്റെ ആവശ്യമില്ല. പക്ഷെ അത് കേട്ടില്ല. രാജാവ് വേണമെന്ന് നിർബന്ധം പിടിച്ചു. ഈ സുവിശേഷന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ മോശ അനുവദിച്ചത് നിങ്ങളുടെ കഠിനത്തെ നിർബന്ധം. അത് തന്നെയാണ് രാജാവിനെ വാഴിക്കാനായിട്ട് തയ്യാറായത്. അവിടെ തീർച്ചയായിട്ടും അവനവനെ കുറിച്ച് ഇകഴ്ത്തി സംസാരിക്കാനോ ചിന്തിക്കാനോ എനിക്കൊരു സാധ്യതയില്ല എന്നാണ്. ഞാൻ ദൈവത്തെ പോലെ ആയിത്തീരേണ്ട ഒരു വ്യക്തിയാണ്. ആ സഞ്ചാരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ സഞ്ചാരം എനിക്ക് നൽകുന്ന കുറെ അധികം നിർദ്ദേശങ്ങൾ അത് തീർച്ചയായിട്ടും വൈദികനുണ്ട്. ഞാൻ പറഞ്ഞു അതേക്കുറിച്ച് അവിടെയാണ് എനിക്ക് അവിടെ എത്തിച്ചേർന്ന മനുഷ്യൻ യേശുവിനെ ഒരു സാധാരണമായി ഒരു ഉദാഹരണമായി എൻ്റെ മുന്നിൽ.
അദ്ദേഹം എപ്പോഴും ജനമധ്യത്തിലായി. തീർച്ചയായിട്ടും തന്റേതായ സ്വകാര്യ നിമിഷങ്ങളുണ്ട്. മലയുടെ മുകളിൽ കയറി പോയി പിതാവുമായിട്ടുള്ള സംസാരം, ഒന്ന് ഉറങ്ങാൻ പോയ സന്ദർഭമുണ്ട്. ലാസറിന്റെ വീട്ടിലെ അതിഥി സൽക്കാരത്തിൽ സമർപ്പിച്ച വിഷയം, ധനവാനായ ശീമോന്റെ ആതിഥ്യം സ്വീകരിക്കാൻ പോയ സന്ദർഭം, ഇതൊക്കെ ഉള്ളപ്പോഴും അതിന്റെ എല്ലാം കൂട്ടത്തിലുള്ളത് person always with me. അത് ഇന്നത്തേക്കുള്ള ഒരു സാധ്യതയാണ്. ഒരേ സമയത്ത് നമുക്ക് നമ്മെ നൽകാനും അതേസമയം തന്നെ അവരെ നമ്മുടേതാക്കാനും ഉള്ളൊരു സാധ്യത. അതല്ലായിരുന്നുവെങ്കിൽ യേശുവിന് ചില നിർണായക സന്ദർഭങ്ങളിൽ വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പറ്റുമായിരുന്നു. ഉദാഹരണത്തിനാണ് ഈ ശമരിയക്കാരി സ്ത്രീയുടെ സംഭവം. ആരാണിവർ? അവളുടെ സാഹചര്യവുമായുള്ള ഒരു താതാത്മ്യത്തിൽ നിന്ന്, ഐഡന്റിഫിക്കേഷനിൽ നിന്നാണ് അവൾ തിരിച്ചറിയാറ്. അതൊരു ദൈവീക കഴിവ് എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയുന്നതോടൊപ്പം പക്ഷേ അതൊരു മാനുഷികമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ധാരണയാണ്. അത് ഒരു സഭയുടെ, ഒരു ഇടവകയുടെ, പാരീഷിന്റെ ചുമതലയിലുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. നമുക്ക് അവരെ അറിയാം. ഞങ്ങളുടെയൊക്കെ ഈ പശ്ചാത്തലത്തിൽ 3 വർഷത്തിൽ ഒരിക്കൽ അച്ഛന്മാരെ മാറ്റി. അങ്ങനെ പറയുന്നൊരു കാരണപ്പെട്ടെങ്കിൽ പ്രസംഗിക്കാനുള്ള വിഷയം തീർച്ചയാണ്. അത് ആവർത്തിച്ച് അവർക്ക് സൈക്ലിംഗ് ആണ് റീഡിങ്സ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ വിവാഹം പ്രസംഗിച്ചതെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അച്ഛന്മാർക്ക് പറയാൻ മറുപടിയുണ്ട്. ഞാനാ പറഞ്ഞൊന്നും നീ അനുസരിച്ചിട്ടില്ല, അതുകൊണ്ട് പറയേണ്ടി വന്നു എന്ന് പറയുന്നത് അത് സാധ്യതയാണ്. പക്ഷെ ഈ 3 വർഷത്തിനിടയ്ക്ക് ഒരു 500 കുടുംബങ്ങളുണ്ടാകും. ഒരു ഇടവകയിൽ എല്ലാവരെയും മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം. അത് ഞങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഇടവക പട്ടമായിരുന്നു. അച്ഛനെ തെരഞ്ഞെടുത്ത് അച്ഛനെ വാങ്ങിച്ച് അച്ഛനവിടെ തന്നെ റിട്ടയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോ ഒരു പക്ഷേ 100% സമയവും ഈ ഇടവകയെ അറിയാനും ഇടവകയിലെ വ്യക്തിത്വങ്ങളെ അറിയാനും വേണ്ടി ഒരു പട്ടക്കാരൻ ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ വളരെ നെർവസാണ്. എളുപ്പമല്ല എന്നെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ശ്രമിക്കാറുള്ളത്. അതെല്ലാവർക്കും ഉള്ളത് പ്രശ്നമാണ്. എനിക്ക് എന്നെ തന്നെ കുറച്ച് ഉയർത്തി കാണിക്കാൻ ഒരു ആഗ്രഹമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന ആളുകൾക്ക് എന്നെ തെറ്റിദ്ധരിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒരച്ഛന് ഒരാളെ പൂർണ്ണമായിട്ട് അറിയാൻ അത്ര എളുപ്പമാണ്. പക്ഷെ അറിയുന്നില്ല എങ്കിൽ പ്രതികരിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് സഖായുടെ കാര്യത്തിലായാലും, ഇത് തന്നെയാണ് പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കാര്യത്തിലായാലും. അത് പൊതുവാണ് ദൈവം യേശുവിനാണ്. സ്ത്രീ പാപം ചെയ്തതിന്റെ കൂട്ടത്തിൽ ഒരു പുരുഷനുണ്ടാവും. അന്നിന്തി എന്നൊരു ചോദ്യം സാധ്യതയാണ്. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങളാണ്. നിനക്ക് തന്നെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ദൈവീക ധാരണ എന്നുള്ളതിനപ്പുറത്ത് ആ സ്ത്രീയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പക്ഷേ ഈ ഉച്ചനേരത്ത് വെള്ളപ്പരാമം മറ്റുള്ളതും അതിൽ വിശകലനത്തിന്റെ യേശുദാൻ എത്രത്തോളം അനലിറ്റിക്കൽ മെത്തഡോളജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. അതിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ദൈവമാകാം സകല ജ്ഞാനമുണ്ട് എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാമെങ്കിലും ചില സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഒരു സാധാരണ മനുഷ്യന്റെ ഭാവങ്ങൾ അത് ഈ
ഋതുവാദമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് സ്വാഭാവികമായ ഒരു കഴിവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ ഓൾവേസ് വിത്ത് ദ പീപ്പിൾ, അങ്ങനെയുള്ള ഒരവസ്ഥ ഈ സമൂഹത്തിൽ കക്ഷന്മാരുടെ കാര്യമായാലും സാമൂഹിക ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ആളുകളായാൽ തീർച്ചയായിട്ടും ഉണ്ടാകാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ മനസ്സിലാക്കൽ അവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതിന് സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ എപ്പോഴും തെറ്റായ ഇടപെടലായി. അതാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നം. അതാണ് ഞാൻ ഇന്നലെ ഞാൻ കേട്ട ആ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണത്തിൽ നമ്മുടെ ജനിക്കുന്ന കുഞ്ഞിനെ നാം കാണുന്ന ശൈലി നേരെയല്ലായെങ്കിൽ തെറ്റായ ശൈലിയിൽ വളർത്താൻ ശ്രമിക്കുന്നു. ആ തെറ്റായ ശൈലി ആ കുട്ടിയെ ഉണ്ടാക്കുന്ന അത്ര അനുഗുണമല്ലാത്ത, പോസിറ്റീവ് അല്ലാത്ത വൈശിഷ്ട്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഈ മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗത്തിൽ ആരോപിക്കാവുന്ന ഒരു വിഷയം. അത് തന്നെ നമുക്ക് സംഭവിക്കാവുന്നതാണ്. നമ്മളുടെ ഇടയിലുള്ള ഓരോ കാണുന്ന വ്യക്തിയിലും സംഭവിക്കാവുന്നതാണ്. ആ ആളെ എങ്ങനെയാണ് ആളെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്, ആ വിധത്തിലേ ആ ആളെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ധാരണയും പ്രശ്നമാണ്. ഇത് തീരെ എളുപ്പമല്ലാത്തൊരു വിഷയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് അൺപ്രജുഡൈസ്ഡ് approach to each and every person എന്ന് ഇംഗ്ലീഷിൽ പറയാതെ, പക്ഷെ തീരെ എളുപ്പമുള്ള മുൻപേതി കൂടാതെ ആളുകളെ കാണാം. യേശുവിന്റെ ഒരു പ്രത്യേകത ഇവൻ ശമരിയക്കാരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഇവൻ ആ സ്ത്രീയോട് വർത്തമാനം, ശിഷ്യന്മാർക്ക് തന്നെ ആ തോന്നുന്നുണ്ട്. അത്ഭുതപ്പെട്ടുന്നാണ് ഈ സ്ത്രീയോട് വർത്തമാനം. ഉച്ചയ്ക്ക് വെള്ളം വരാനാണ് 5 ഭർത്താക്കന്മാരുണ്ടായത്, ഇപ്പോഴുള്ള ഭർത്താവല്ല, ലിവിങ് ടുഗദർ. അങ്ങനെയുള്ള കാലത്ത് ഒരു മോശമായ വാക്കുന്നാണ് ലിവിങ് ടുഗദർ. സാധാരണ ഉള്ളതാണ്. നേരത്തെ ഇങ്ങനെ കുടിവെക്കുന്നു പറയുകയാണ്. അമേരിക്കയിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹമുണ്ട് അവനവൻ്റെ തന്നെ കാലഘട്ടത്തിൽ നടക്കില്ല. അവരൊന്നിച്ച് പഠിക്കുകയോ ഒന്നിച്ച് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ ചിലപ്പോൾ വിവാഹത്തിലേക്ക് നയിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചിലപ്പോൾ മാതാപിതാക്കൾ വന്നിട്ട് അയ്യോ എൻ്റെ ചെറുക്കൻ ഒരു ബംഗാളി കൊച്ചിനെയാണ് പ്രേമിക്കുന്നത്, അവളെ പെണ്ണാണല്ലോ. അമേരിക്കയിൽ പെണ്ണിനെ കെട്ടുന്ന ആളാണെങ്കിലും കെട്ടുന്ന കാലത്ത് ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ പ്രേമിച്ചെന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു വെല്ലുവിളിയാണ്. തീർച്ചയായും അങ്ങനെ കാണാൻ സാധിക്കുക എന്ന് ഇതിനെ വ്യത്യസ്തമായി കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ദൈവം പൂർണ്ണതയുടെ അളത്തും മനുഷ്യൻ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്ന ആകുന്നു. ആ വിധത്തിൽ ഒരു മനുഷ്യനെ ഒരു വൈദികന് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു സഭാപ്രവർത്തകന് കാണാൻ സാധിക്കുക, അതൊരു പോസിറ്റീവ് അപ്രോച്ചായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് കിലോറാപ്പോയോ എന്ന് പറയുന്ന ശൈലിയിൽ അല്ലാതെ ദൈവ സൃഷ്ടിയും ദൈവ തേജസ്സുള്ള ഒരു വ്യക്തി, അതിൽ എത്രത്തോളം മതത്തിന്റെ പരിഗണന, അതിൽ തന്നെ ക്രിസ്ത്യാനിയുടെ പരിഗണന വരും എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല നിശ്ചയം. ഒരു മനുഷ്യൻ എന്ന അടിസ്ഥാന അവസ്ഥയിലാണ് ഞാൻ ഈ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും
സൃഷ്ടിച്ചു മുഴുവൻ എന്ന യേശുവിൻ്റെ ജനനത്തിൽ മലാഖ ആട്ടിടയരോട് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് ഈ സഭാപ്രവർത്തകർ, വൈദികരായാലും ട്രസ്റ്റിമാരായാലും അല്ലെങ്കിൽ സിംഹാസന്മാരായാലും മറ്റ് പ്രവർത്തകരായാലും നിർണായകമായിട്ട് സൃഷ്ടിക്ക് മുഴുവൻ എന്നുള്ളൊരവസ്ഥ, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ ഇറങ്ങിയ ഒരാൾ എന്ന രീതിയിലാണ് അവിടെ കമ്പാർട്ട്മെന്റലാണ്, ഒരു പരിധിക്കകത്തേ നമുക്ക് സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മുടെ പൗരസ്ത്യ സഭാപിതാക്കന്മാർ പുരോഹിതന്മാരെ കുറിച്ച് പൊതുവായിട്ട് ഉദ്ദേശിക്കുന്ന പദങ്ങൾ ഇടയത്വം. ആടുകളെ അറിയുന്ന ഒരു പാശ്ചാത്യ സംസ്കാരത്തിൽ അല്ലെങ്കിൽ സഭാ പാരമ്പര്യത്തിൽ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അധികാരത്തിന് ഞങ്ങളുടെ സഭയിലൊക്കെ കുറിച്ച് ഭദ്രാസനാധിപൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. അത് നമ്മുടേതല്ല, ഈ പൗരസ്ത്യ സഭകളുടേതല്ല. പൗരസ്ത്യ സഭകളുടേത് ഇടയത്വത്തിൻ്റെ ആളുകളെ അറിയുകയും അവരെ ഈ പൂർണ്ണതയിലേക്ക് നയിക്കാൻ ഉത്തരവാദപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അവിടെയും ഏറ്റവും ഉത്തമമായ മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിൽ തന്നെ. നിങ്ങളുടെ പള്ളിയിലെ ചില ആളുകൾ ദാസ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഒരു പ്രദക്ഷിണമെന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു കാലത്ത് ഈ ഇതിനെപ്പറ്റി വൈദികരും എവൈദികരും പുരുഷനെല്ലാം മുന്നിലാണ്. അപ്പൊ പുറകിൽ എന്ത് വേണമെങ്കിലും നടക്കും. അപ്പൊ സാവകാശം ഈ പുരുഷന്മാരെയെല്ലാം മുന്നിൽ നിർത്തിയിട്ട് പെൺകുട്ടികളെ പുറകിലാണ്. പെൺകുട്ടികൾ പാഠം പഠിച്ചു. ഇപ്പൊ ഞങ്ങളുടെ അച്ഛന്മാരെല്ലാം പുറകിലാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രസംഗങ്ങളും വന്നിട്ടുള്ളത്. പ്രസംഗം വാസ്തവത്തിൽ ഖുർആനിയുടെ ആദ്യ ഭാഗത്തിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കണമെന്നാണ്. പക്ഷേ അത് ആളുകളുണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പരിശുദ്ധന്മാരുടെ ശുദ്ധികളുടെ ആ സമയത്തേക്ക് അത് മാറ്റി. അപ്പോഴാണ് ആളുകൾ പുറത്തിറങ്ങി പ്രദേശത്ത് വലിക്കാൻ. അപ്പം അതുകൊണ്ട് ചില അച്ഛന്മാരെ എന്ത് ചെയ്തു വെച്ചാൽ നിങ്ങൾ സമാധാനത്തോടെ പോകുന്നു, എല്ലാവരും അവിടെ ഇരിക്കും. ആ ഒരു സന്ദർഭത്തിലേക്ക് മാറ്റി ആളുകളുടെ പ്രതികരണ ശൈലിയിൽ വ്യത്യാസപ്പെട്ട. പക്ഷേ അത് ചിലപ്പോൾ നല്ലൊരു കാര്യമായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഈ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ കൂടാരത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു ചുമതലയാണ് ഇടയത്വത്തിൽ. അത് കുറേ നടക്കുന്നതല്ല, പുരോഹിതമാണ്, മുൻപിലാണ്. ആ ഒരു സാഹചര്യം ഇപ്പോ ഏറ്റവും കൂടുതൽ എൻ്റെ സഭയിലെങ്കിലും ചില പ്രശ്നമുണ്ടായിരുന്നു. ഇത് എല്ലാ ഏഷ്യാനെറ്റൊക്കെ കാണുന്ന ആളുകളാണ്. നീങ്ങാമത്തെ ഏഷ്യാനെറ്റ് ചർച്ചയും മറ്റ് സഭകളെ കുറിച്ച് പറയാൻ ഞാൻ ആളാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഗതി മാറ്റം ഉണ്ടാകുന്നുണ്ട്. ആരെന്തായി തീരണം എന്നുള്ള കാര്യം ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും മനുഷ്യർക്ക് ആ ആഗ്രഹം പങ്കിടാൻ സാധിക്കാതെ പോകുന്നു. അത് വാസ്തവത്തിൽ വലിയൊരു വെല്ലുവിളിയാണ്. താൻ ആരാണ് എന്ന് തിരിച്ചറിയാനും താൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഞാൻ എന്നെ തന്നെ നിലനിർത്തിക്കൊണ്ട് പൗരോഹിത്യ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പുരോഹിതന്മാരെ അവരുടെ കുടുംബങ്ങളെ എന്നെ പ്രാഥമികമായിട്ട് ബാധിക്കും. അതൊന്നാമത് പൊതുസമൂഹത്തെയാണ്. ഇനിയാവുന്നത് ഞാൻ മുഴുവൻ കേട്ടില്ല, കേട്ടയാളെ വിളിച്ചു
രാവിലെ അദ്ദേഹവും പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിന്ന നിൽപ്പിൽ കുടി ഊറ്റിയതുപോലെയുള്ള ഒരവസ്ഥ തീർച്ചയായും. അവിടെയാണ് ഈ ഇടയത്വത്തിന്റെ പ്രൗഢിയും പ്രാധാന്യവും റെലവൻസും നഷ്ടമാണ്. അത് വർദ്ധിച്ചു വരിക. 2 ദിവസം മുമ്പാണ് റിട്ടയർ ചെയ്ത കർദിനാൾ തെറ്റിപ്പോയി എന്ന് പറയുന്ന അദ്ദേഹത്തിന് മാത്രമേ എൻ്റെ പരിചയത്തിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, വളരെ സാത്വികനായ ഒരു മനുഷ്യനാണ്, വളരെ ഗ്രാമീണ ദിവസമാണ്. പക്ഷെ കൂടെ കൂടുന്ന ആളുകൾ അതിൽ പിന്നെ വരുന്ന ചോദ്യം, ഈ കൂടെ കൂടുന്ന ആളുകൾ പലതും പറയാതെ ജീവിക്കുകയോ എന്ന ചോദ്യമാണ്. അത് നിലനിൽക്കെ തന്നെ വാസ്തവത്തിൽ കൊണ്ടുപോയ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ പറഞ്ഞത്. പൗരോഹിത്യത്തിന് അടിസ്ഥാനപരമായി ഒരു വ്യതിചരണം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ ഇടവകയുടെ കാര്യത്തിലുമാണ്. ഞങ്ങളുടെ ഈ പള്ളിപ്പെരുന്നാളുകളുടെ നോട്ടീസിനെ കുറിച്ച് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധന്റെ പെരുന്നാൾ ഭക്തിപൂർവ്വം കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും നേർച്ചകാഴ്ചകളോടെ വന്ന് അനുഗ്രഹം ആവശ്യപ്പെടുന്നു. ഈ അനുഗ്രഹം കൊണ്ടുകൊടുത്തവന്റെ ആളുകളാണ് ഈ പറയുന്നത്, വന്ന് മേടിച്ചു. അവിടെ തന്നെ ഒരു വ്യതിചലനമുണ്ട്. കൊണ്ടുകൊടുത്തിരുന്ന സാധനത്തെ കൈക്കലാക്കിയിട്ട് അതിന്റെ കസ്റ്റോഡിയൻസ് ആയി തീർന്നിട്ട് വിതരണം ചെയ്യാൻ സാമ്പത്തിക പരിഗണന നിർണയിക്കുന്ന ഒരു സാഹചര്യം സഭകളിലെല്ലാം പള്ളിയിലെ കാര്യങ്ങൾ നമ്മുടെ ഭാഷയിലെ അതിനുള്ള ചോദ്യങ്ങളൊക്കെ വരും. അതെവിടെയാണ് ക്രമീകരിക്കേണ്ടത് എന്നത് തന്നെ ഒരു വെല്ലുവിളിയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് അവഗണിക്കാനൊക്കില്ല. നമ്മുടെ മനുഷ്യ മധ്യത്തിലുള്ള ധാരണകൾ അത്ര നല്ലതല്ലാതായി പോകും. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയം. നാട്ടുഭാഷയിൽ പറയും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചായിരിക്കും. മുൻപിൽ നടക്കേണ്ടുന്നവർ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അവിടെയാണ് യേശുക്രിസ്തു ഈ യഹൂദ നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുണ്ട്. കുരുടന്മാർ നയിക്കുന്ന കുരുടന്മാരുടെ സമൂഹം. പിന്നെ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നയിക്കാൻ അധികം ആളുകൾ കിട്ടാത്തൊരു സാഹചര്യമാണ് വരുന്നത്. ആളുകൾ പറയും, ഇന്ന് രാവിലെ ഒരാൾ വിളിച്ച ആൾ പറഞ്ഞു, അത് കോട്ടയത്തുള്ള ഒരാൾ, ഞാൻ ഇന്ന് കരിമല ഉണ്ടാകാനാണ് വീട്ടിലിട്ട് കണ്ടാൽ മതി ടെലിവിഷൻ, വേണമെങ്കിൽ തലയിൽ മുമ്പ് ഉണ്ടാകും. ഇന്ന് ഈ ടെലിവിഷൻ തൊട്ട് അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത് മാത്രം പഴയതാണ്. അത് ചില രോഗങ്ങൾ ഭേദമാക്കും, അത് വേറെ കാര്യം. പക്ഷേ നല്ല കാര്യമായിരിക്കും നിർബന്ധം. ഞങ്ങൾക്ക് യുവജന പ്രസ്ഥാനത്തിന് വലിയൊരു ക്രൈസിസ് ആണ്. യുവജനങ്ങളില്ലാതെയാവുക. പകുതിയിൽ കൂടുതൽ ആളുകൾ കാനഡയ്ക്ക് എത്തുക, ബാക്കിയുള്ളത് ഇവിടെ കയറി നടക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മെ കുറിച്ച് നേരാമഴി നടത്തും എന്ന ഇടയത്വത്തെ കുറിച്ചുള്ള ഒരു ധാരണ സാവകാശം നഷ്ടമാണ്. അത് മറ്റ് സഭകളെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാതെ ഇവരെ സംബന്ധിച്ച് ഞാൻ ഒരു 7-8 വർഷത്തോളം യുവജന പ്രസ്ഥാനത്തിന്റെ അഖില ലോക പ്രസിഡന്റായിരുന്നു. അന്ന് ഉണ്ടായിരുന്നതും ഇന്നുള്ളതും വേറെ ആരെ കുറിച്ചല്ല, എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു നന്മയായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. 8 മക്കളുണ്ടായിരുന്ന കുടുംബത്തിൽ 3-ാം തലമുറ വരുമ്പോഴത്തേക്കും 2 വേണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പരിവർത്തനപ്പെട്ടതിന്റെ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ പോലും ഇപ്പോ ട്രാവൽ ഏജൻസ് ഇല്ലരെ കേട്ടുവിട്ടേ മതിയാവും എന്നൊരു നിർബന്ധത്തിൽ ആയിരുന്നു. ഏതൊരു പത്രം ദുബായിൽ വെച്ച് ഒരു മേള നടത്താൻ പോകുന്നു.
ദേശത്ത് വിദ്യാഭ്യാസം നല്ലൊരു ശതമാനവും വിദ്യാഭ്യാസവും ലഭിക്കുന്നത് ഒരു നിലവാരവുമില്ലാത്ത പള്ളിക്കൂടങ്ങളിലാണ്. അതുപോലെ തന്നെ അവിടെ ചെല്ലുന്ന ആളുകൾ ചെയ്യുന്ന ജോലി എന്നൊക്കെ പറയാം, മിക്കവാറും ഈ നാട്ടിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ജോലികളാണ് അവർ ചെയ്യുന്നത്. ചെമ്മീന്റെ ജോലി എടുക്കുക മോശമായ കളിയാണെന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ പാത്രം അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുന്നത് മനപ്രയാസമാക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ പോയി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചവരുടെ മേശകളൊക്കെ പാത്രം അത് മോശമായതുകൊണ്ടാണ്. ഇവിടെയും കൂടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ തൊഴിലെടുക്കില്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്തെങ്കിലും ഈ ബംഗാളികളോ ബീഹാറികളോ അപ്പോ നമുക്ക് ആത്യന്തികമായി സംഭവിക്കുന്നത് നയിക്കാൻ ആളുകളില്ലാത്ത ഇടയന്മാരാക്കിയിരുന്ന ഒരു സാഹചര്യം. അതൊരു വലിയ തീർച്ചയായിട്ടും വെല്ലുവിളിയാണ്. അവിടെ എങ്ങനെയാണ് ഈ വിഷയത്തെ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. സ്വയം തിരിച്ചറിവിൽ നിന്ന് മറ്റുള്ളവർ എങ്ങനെയായി തീരണം എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കും. നമുക്ക് ഒരു ലോക ദർശനം നമ്മുടെ ചെറിയ ലോകം എന്തായിരിക്കണം എന്ന ധാരണയിലേക്ക് അവിടെ നമ്മൾ പാലിച്ചു വന്ന പല കാര്യങ്ങളും ആവശ്യമില്ല എന്നോ അനാവശ്യമാണ് എന്നോ തോന്നുന്ന ഒരു സാഹചര്യമാണ്. അവയെ എടുത്തു കളയാൻ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഈ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ കുർബാന കൊടുക്കുന്നത് വായന. ഈ കോവിഡ് വന്നപ്പോൾ 20 പേർക്ക് വരാമായിരുന്നു. എങ്ങനെയാണ് വായി കൊടുക്കുക? കൊടുക്കുന്ന അച്ഛൻ്റെ കൈ ചുണ്ടിൽ കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ കയ്യിൽ ഈ വൈറസിന്റെ ഉണ്ടായിരിക്കുമോ എന്നുള്ള ചോദ്യം. അപ്പോ കയ്യിൽ കൊടുത്താൽ എങ്ങനെയിരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. കയ്യിൽ കൊടുക്കാൻ അങ്ങനെയുള്ളൊരു ചോദ്യം. ഇങ്ങനെയുള്ള സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രതികരണത്തിന്റെ ശൈലി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്നലെ എൻ്റെ ഈ ശുശ്രൂഷകരല്ല ഞങ്ങൾക്കുള്ള വലിയ സഭയിൽ നടത്തിയതാണ് മധുബാഹാ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് മാറ്റാനായിട്ടുള്ള ഒരു ആലോചന ചെന്നിട്ട് തലത്തിൽ നടത്തുന്നുണ്ട്. പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ പൗരസ്ത്യ സഭകളിൽ ശമാശന്മാർക്കായി മധുബാഹായി പ്രവേശിക്കാൻ ഞങ്ങൾക്കതല്ല ആദ്യമായിട്ടില്ല. വളരെ തമാശയാണ്. പലപ്പോഴും ഈ ചില ആളുകളുണ്ട് വട്ടക്കെടുത്ത് സെൽഫി ചുപ്പ അതിൻ്റെ മുകളിൽ ഒരു ആനച്ചങ്ങല സ്വർണ്ണം ചെയ്തു വലത് കയ്യിൽ അതിൻ്റെ ബാക്കി ചങ്ങല, ഇടത് കയ്യിൽ റോളക്സ് സ്വർണ്ണ വാച്ച്, എന്നിട്ട് 3 ഇഞ്ച് നീളമുള്ള കസവുള്ള മുണ്ട് ഒക്കെ എടുത്തുകൊണ്ട് പ്ലാസ്റ്റിക് ബാഗിൽ ചുറ്റുകാരുടെ പ്രായം മധുബാഹായിലെത്താൻ പോയിട്ട് നിന്ന് നോക്കാം കണ്ടു. ഞാൻ മുകളിലേക്ക് പോകാം. ഇതൊക്കെ വിവരദോഷമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ആളുകളെ തിരിച്ചറിയുക, ആ തിരിച്ചറിവിലേക്ക് ആളുകളെ നയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ലാത്ത ഒരു കാര്യമാണെങ്കിലും അതാണ് ആവശ്യമായിട്ടുള്ളത് എന്നാണ്. ഓരോ വ്യക്തിയെയും തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയുടെ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞ് ഒന്ന് നീതിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മാർഗത്തിൽ എങ്ങനെ വഴി നടത്താൻ സാധിക്കും എന്ന് പരിശോധിക്കും. 2 സഭ ആദ്യകാലത്ത് വളരെ കൃത്യമായിട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അത് കച്ചവട മേഖലയായിട്ടുള്ള കോൺഷ്യന്റൈസേഷൻ പ്രോസസ്, വിദ്യാഭ്യാസം, മാതൃക സേവനം, സാധുജന സംരക്ഷണം, ഈ മേഖലയിൽ എങ്ങനെയാണ്
നമുക്ക് ആളുകളെ സജ്ജമാക്കാൻ സാധിക്കും. അതിൽ ഈ പിരിവെന്ന് പറയുന്ന ഏർപ്പാടല്ല ഞാൻ ഉദ്ദേശിച്ചത്. തിരിച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് ലഭ്യമായതിൽ നിന്ന് കൊടുക്കുക, ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസം. തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിർബന്ധത്തിന്റെ ഭാവം. അതേസമയം ലഭ്യമായതിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പങ്കാളിത്തത്തിന്റെ ഒരു ഭാവം ഞാൻ കാണുന്നു. ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഇടയത്വത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഇക്കാലത്തെ വെല്ലുവിളികളിൽ ഒന്ന് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന വിഷയങ്ങളായി തീരുന്നു. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് വേൾഡിൽ നീതി, സമാധാനം, സ്നേഹം എന്നൊക്കെ പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യമാണ്. പക്ഷേ അതിനൊന്നും അതിരുകളില്ലാത്ത വിഷയമാണ്. രണ്ട് കാര്യം നമ്മൾ ഈ ആയുർവേദത്തിൽ സ്നേഹപാനം എന്ന് പറയും. എണ്ണ അല്ലെങ്കിൽ നെയ്യ് സേവിക്കാനുള്ളത് അതിനെ തടഞ്ഞു നിർത്താനൊക്കില്ല. ഇങ്ങനെ അനർഗളമായി ഒഴുകുന്ന ലൂബ്രിക്കേറ്റ് അനായാസമാക്കുന്ന ഒരു വസ്തുവാണ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് നൗണായിട്ടാണ് പല ആളുകൾ കാണുന്നത് സ്നേഹം. പക്ഷെ നൗണല്ല, വെറുപ്പാണ്. ചില മാതാപിതാക്കളൊക്കെ ഞങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയാറുണ്ട്, അവരോടുള്ള സ്നേഹം മനസ്സിലെ പാടില്ല, അതവിടെ വെച്ചൊരു സൗകര്യത്തിലേക്ക് പോകും. പ്രയോഗത്തിൽ വന്നാൽ മാത്രമേ സ്നേഹം സ്നേഹമാകുന്നുള്ളൂ. അങ്ങനെയുള്ള ധാരാളം പദങ്ങളുണ്ട്. സ്നേഹം അതുപോലെ തന്നെ നൗണായിട്ട് കരുതപ്പെടുകയും എന്നാൽ വെറുപ്പായിരിക്കേണ്ടിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അവിടെ ചില ആളുകളുടെ എനിക്ക് അമേരിക്കയിൽ തിരുവനന്തപുരത്ത് പ്രായമായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വണ്ടിയിൽ കയറുമ്പോൾ അദ്ദേഹം പറയും അത് നിർദോഷകരമായ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ചോദിച്ചാൽ എൻ്റെ കാര്യം യേശുദരൻ വിവരമുള്ള ആളായിരുന്നു. അദ്ദേഹം എൻ്റെ കർത്താവേ എൻ്റെ പിതാവേ എന്നാണ് സ്വർഗസ്ഥനായ. ആ ഒരു ഭാവമാണ് വാസ്തവത്തിൽ സമാധാനത്തിനായാലും നീതിക്കായാലും സ്നേഹത്തിനായാലും പങ്കാളിത്വ ഭാവത്തിൽ പ്രകടമാകുന്ന ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു നിർദ്ദേശം ഇടയത്വത്തിന്റെ ഭാഗമായി നമുക്ക് നൽകാൻ പാടില്ല. ആ കൂട്ടത്തിലാണ് ഈ ബോധവൽക്കരണത്തിന്റെ കാര്യങ്ങൾ. വിദ്യാഭ്യാസം ഏത് രീതിയിൽ വേണമെന്നില്ല. അത് ഔദ്യോഗികമാകാം, അനൗദ്യോഗികമാകാം. ഒരു പക്ഷേ അനൗദ്യോഗിക വിദ്യാഭ്യാസമാണ് കുറെ കൂടെ അർത്ഥവത്തായിരിക്കുന്നതും പ്രായോഗികമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ മലയാളത്തിന്റെ പശ്ചാത്തലത്തില് ഔദ്യോഗികമായത് പുസ്തകത്തിലുള്ളത് കാണാപ്പാടം പഠിച്ചു കുറിച്ചിരിക്കുന്ന മറിച്ച് ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാകുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ തീർച്ചയായിട്ടും ഇടയത്വത്തിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് വെല്ലുവിളിയുമായി തീരുന്ന ഒരു സാധ്യത. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാൻ ഇതെല്ലാം ആരാധനാപരമായ ഒരു പശ്ചാത്തലത്തിൽ നടക്കേണ്ടത്. ആരാധന എന്ന് പറയുന്നത് വിശ്വമതമായില്ല, അല്ലെങ്കിൽ അത് താഴെ നിൽക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ മാത്രം നടക്കുന്നതാണ്. അറിയാൻ പല ഈ സാക്രമെന്റ് അല്ലെങ്കിൽ ആരാധനയെ കുറിച്ചുള്ള വ്യവസ്ഥിയ സഭയുടെ വ്യാഖ്യാനത്തെ കഴിക്കാറുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ പശ്ചാത്തലത്തിൽ പഠിച്ചിട്ടുള്ളത് സംഖ്യ ഇല്ല എന്ന കൈ കഴുകുന്നത് ഒരു ആരാധന, ഒരു കൂടാശയം, ഒരു സാക്രമെന്റ് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇത് പറഞ്ഞാൽ
നമ്മുടെ ഈ യാത്ര ദൈവത്വത്തിന്റെ അവസ്ഥയിലേക്കുള്ള യാത്രയിൽ അതും നമ്മെ സഹായിക്കണം. ഈ കോവിഡ് കാലത്തുള്ള പ്രകടമായ വിഷയമാണ്. സാനിറ്റൈസർ എല്ലാം ഉണ്ട്. അങ്ങനെ ലളിതമായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്. ആരാധനയിൽ രണ്ട് ബന്ധങ്ങൾ സമ്മേളിക്കുക. ഒന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, രണ്ട് മനുഷ്യനും തമ്മിലുള്ള. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിധേയത്വം പ്രായോഗികതയിൽ വരുന്നത്. അത് ചില പാശ്ചാത്യ സഭകൾ, പ്രത്യേകിച്ച് വേർപാട് സഭകൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പെന്തക്കോസ്റ്റൽ സഭകൾ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് അധപ്പതിപ്പിച്ചിട്ടുണ്ട്. ബോധത്തെ ഉണർത്തി കർമ്മശേഷിയെ ശക്തമാക്കി മനുഷ്യമത്വത്തിൽ പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ഒരു പ്രക്രിയയാണ് ആരാധന. അത് കാലെ കട്ടുകൊണ്ട് വെച്ചതുപോലെ മോശപ്പാടുണ്ടാക്കുന്നതല്ല. എൻ്റെ ഒരു ധാരണയാണ് ഇങ്ങനെയുള്ള പല ആരാധനാ ശൈലികൾ കണ്ടിട്ടുള്ള അതിൽ നിന്ന് പാഠം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതിനെ കുറിച്ചാണ്. വൈകാരികത തീർച്ചയായിട്ടും ഏത് വിഷയത്തിലുമുണ്ട്. പിതാവ് മകനെയാ അല്ലെങ്കിൽ മകളെ ആശ്ലേഷിക്കുന്നു, അതൊരു വികാരം തീർച്ചയായും. പക്ഷെ ആ വികാരം ഒരിക്കലും ആ കുഞ്ഞിനെ ഉപദേശിച്ച് വഴി നടത്തുന്ന കാര്യത്തിൽ തടസ്സമാകുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ ആരാധനയുടെ കാഴ്ച. തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങളുടെ ബോധങ്ങളും വികാരങ്ങളും ദൈവത്തിന്റെ ഭാഗത്ത് മഷിഹാതപുരാനിരിക്കുന്ന ഞങ്ങളുടെ ആരാധനയിലുള്ള അവിടെ ഒരു വൈകാരികതയുണ്ട്. ട്രാൻസെൻഡിങ് ദ ലിമിറ്റ്സ് ഓഫ് ഫിസിക്കൽ വേൾഡ് ആൻഡ് എൻവയോൺമെന്റ്. അതുകൊണ്ട് തീർച്ചയായും. പക്ഷേ അത് അവിടെ തന്നെ നിൽക്കാനൊക്കില്ല. അതുകൊണ്ടാണ് യേശുദാസൻ വിവരത്തോട് പറഞ്ഞത് ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലൗകികരല്ലാത്തവരാക്കി തീർക്കണം. ഈ വൈകാരികത യാഥാർത്ഥ്യ ബോധത്തെ ഇല്ലാതെയാക്കുന്നതാവരുത് എന്ന ഒരു ചിന്ത ഉണ്ടാകേണ്ടതാണ്. ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ താൽക്കാലികമായ ഒരു ആശ്വാസം നൽകുന്ന വിഷയമാണ് ഈ വൈകാരികത. എല്ലാം മറട്ടാണ്. പാട്ടാണ് നിന്റെ രാജ്യം വരേണമേ എന്ന് കത്തുപുറാത്ത് ചൊല്ലിയാൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാട്ട് പാടാം. അപ്പൊ അത് പോയാൽ പ്രതികരിക്കരുത്. നമുക്ക് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആരൊക്കെയോ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതാണ് വൈകാരികതയെ കുറിച്ച്. അവിടെ ഈ നേരത്തെ പറഞ്ഞതിലേക്ക് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ദൈവം പൂർണ്ണതയിൽ പറയുന്നു, മനുഷ്യൻ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്ന ആളത്വം. ആ ആളത്വത്തിന്റെ കാര്യവിചാരകത്വം, ഇടയത്വമാണ് നമുക്ക് സഭാപ്രവർത്തകർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വെല്ലുവിളിയും. കാരണം ഭാഗ്യന്റെ സ്വഭാവത്തിൻ്റെ ചുമ്മാ ഒരു കാര്യമില്ല. പഴയ ബന്ധത്തിൻ്റെ പറഞ്ഞിട്ടുണ്ട്, വളരെ നിർദോഷകരമായിട്ട്. ഇനി അങ്ങനെയൊന്നുമില്ല. പതുക്കെ 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 ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് ഈ മനുഷ്യനെ ഓർത്തത്, കുറച്ചുകൂടെ ഒന്ന് ഉറച്ചെന്ന് പറഞ്ഞേക്കാം, തുടരുത് എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല, തുടരുത് എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെന്തേ പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ കാര്യം അങ്ങ് അസേർട്ട് ചെയ്യാൻ അത് താമിൽ അറിയാനാണ്. മനുഷ്യന്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ കയറിയാണ് പിടിക്കുന്നത്. അവിടെയാണ് ശ്രദ്ധയോടുകൂടെ നടത്തേണ്ടുന്ന പാതയെ നയിക്കേണ്ടി വരുന്ന ഉത്തരവാദിത്വം. ഈ ആരാധന ചലനാത്മകമാണ്, ഡൈനമിക്കാണ്, ഒരിടത്ത് നിൽക്കുന്നതാണ്, നിരന്തരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ കുർബാനയല്ല ഇന്ന്.
ഒരേ വാക്കുകൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ ഈ വിവാഹ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അവരോട് പറയാം, യേശുദാന്റെ അടുത്ത് പോയി അവരെ പരീക്ഷന്മാരെ പറഞ്ഞു, കാലമായി ബന്ധുത്വത്തിന്റെ കൂടെ തന്നെ താമസിക്കാൻ തുടങ്ങും. അദ്ദേഹം ചൈനയിലുണ്ടാക്കി കാണും, മാറ്റി പിടിക്കാൻ പറ്റും. അടുത്തതായി ആദ്യം നൽകുന്നത് പ്രതിമേനിക്കാണ്. നൽകുന്നതിനായി ഡേവിഡച്ചനെ ക്ഷണിച്ചു കൊടുക്കുന്നു. നൽകിയ പ്രഖ്യാപനത്തിലേക്കാണ് ആദ്യം നൽകുന്നതിനായി തോമസ് തരപ്പച്ചനെ ക്ഷണിച്ചു കൊടുക്കുന്നു. വരാനുണ്ട്. തിരുമേനി യാത്രയിലാണ് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിയതിനു ശേഷം നമുക്ക് നൽകാം. അടുത്തതായി നമ്മുടെ ആശംസകളിലേക്ക് കടക്കുകയാണ്. ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ശ്രീ ജേക്കബ് ബേബി നൽകിയിട്ടുണ്ട്. സ്വാഗതം ക്ഷണിക്കുന്നു. General Father Jose Jacob Ganasegi, Clergy Council Secretary Father K.R. Nasu, Manya Vaidikere, Board of Central Trustees Kanale, Sisters, Kendra Tata Sanganan Kanavaidane. Abhi Nema Abhi Priya Kosmatra Politiki. Board of Central Trustees പേരിലുള്ള മെത്രാപ്പൊലീത്ത പട്ടാഭിഷേക ആശംസ നേരുന്നു. ഭാരതത്തിലെ പൗരസ്ത്യ കല്യാണ സുറിയാനി സഭ ഈ കഴിഞ്ഞ മനോപഹാരം അങ്ങേക്ക് സമർപ്പിച്ചുകൊള്ളുന്നു. സ്നേഹനിറഞ്ഞതായ വൈദികരെ, സിസ്റ്റേഴ്സ്, മറ്റേ വിശ്വാസ സമൂഹമേ, നാം ഇന്ന് പൗരോഹിത്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഒന്നാം മെത്രാപ്പൊലീത്ത പട്ടാഭിഷേക ദിനത്തോടനുബന്ധിച്ച് പൗരോഹിത്യ ദിനം ആചരിക്കുമ്പോൾ അതുപോലെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാകുന്നത് തന്നെയാണ്. തുടർന്നതായ വർഷങ്ങളിലും ഈ പൗരോഹിത്യ ദിനം കൊണ്ടാടുന്നതായ പ്രതീക്ഷ, കാരണം നാളുപതിയായിട്ട്
പൗരത്വ ദിനമായ ഒരു ദിനം ഉണ്ടായിരുന്നില്ല. ഇനി വരും വർഷങ്ങളിൽ ഈ ദിനത്തിന് സഭാ കലണ്ടറിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തുകൊണ്ട് ജനുവരി 8 പൗരത്വ ദിനമെന്നതായ സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, എല്ലാ ദിനങ്ങളും വാലന്റൈൻസ് ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, എൻവയറൺമെന്റ് ഡേ, അങ്ങനെ പല ദിവസങ്ങളും ഓരോ ദിനങ്ങളായിട്ട് ഉണ്ടാകുന്നു. ജനുവരി 8 എല്ലാ വൈദികർക്കുമുള്ളതായ പൗരോഹിത്യം ലഭിച്ചിട്ടുള്ള എല്ലാ വൈദികർക്കും പ്രത്യേകിച്ച് മെത്രാപോലിത്തത്തിന് വേണ്ടിയിട്ടുള്ളതായ എല്ലാം ആഘോഷിക്കുവാനായിട്ടുള്ള ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. തിരുമേനിയെ സംബന്ധിച്ച് നേരിട്ട് പറയുകയാണെങ്കിൽ തിരുമേനിയുടെ കീഴിൽ അസിസ്റ്റന്റായിട്ട് എറണാകുളം പള്ളിയിൽ ഒരു വർഷം സേവനം ചെയ്യുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 നാളുകൾ മെത്രാപോലിത്തയായും എല്ലാം ഒരുമിച്ച് സേവനം ചെയ്യാനും അവസരം ലഭിച്ചിട്ടുണ്ട്. തിരുമേനിയെ സംബന്ധിച്ചുള്ള ഗുണമെന്ന് പറയുന്നത് എല്ലാം ക്ഷമയോടെ കേൾക്കുവാനും സസൂക്ഷ്മം വീക്ഷിക്കുവാനും ഏവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തുവാനായിട്ടുള്ള ഒരു കഴിവ് തിരുമേനിക്കുണ്ട്. വേണ്ടുന്ന നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുവാനായിട്ടുള്ളതായ തിരുമേനിയുടെ കഴിവ് അഭാരം തന്നെയാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനും തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തിരുമേനിയെ സംബന്ധിച്ച് ആ സ്നേഹത്തോടൊപ്പം തന്നെ വേണ്ടുന്ന നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ശാസനയും അതോടൊപ്പം തന്നെ സ്നേഹവും വൈദികരോടും ജനങ്ങളോടും തിരുമേനി കാട്ടി വരുന്നു. തുടർന്നും തിരുമേനിക്ക് അപ്രകാരമുള്ളതായ സ്നേഹോത്സവമായിട്ടുള്ളതായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരുമേനിക്ക് സാധ്യമാകട്ടെ. തിരുമേനിയുടെ കൈകീഴിൽ ഈ തിരുസഭ അനുദിനം വളരട്ടെ. സാമൂഹിക പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുവാനായിട്ട് തിരുമേനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വ്യക്തിപരമായ പേരിലും കേന്ദ്ര യുവജന പ്രസ്ഥാനത്തിലേക്കുമായ അനുമോദനവും ആശംസയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കേന്ദ്ര യൂത്ത് അസോസിയേഷൻ തിരുമേനിയുടെ ഈ മെത്രാപോലിത്ത ആവശ്യകതന് നിർദ്ദലമായിട്ട് ഒരു ഭക്ഷണം, ഉച്ചഭക്ഷണം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ആചരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. തിരുമേനിയുടെയും ഒരു ഡേറ്റ്, ഈ ആഴ്ചയിൽ ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഉച്ചഭക്ഷണം നിർദ്ധനരായിട്ട് വ്യക്തികളുമായിട്ട് ഒരു സംഘടനയായിക്കോട്ടെ അത് ആചരിക്കാനായിട്ടാണ് ഞങ്ങൾ കേന്ദ്ര യൂത്ത് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ള ഇവിടെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരുടെ ഭാവങ്ങളും തിരുമേനിക്ക് ഒരിക്കലും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആഘോഷിക്കുന്ന സമയത്ത് ആശംസകളും പ്രാർത്ഥനകളും നേരിടുകയാണ്. ദൈവം കൂടുതലായിട്ട് ഈ സഭയെ മുന്നോട്ട് പോകുവാനായിട്ട് എല്ലാവരുടെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് നല്ലൊരു സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റിമാര് ഷിപ്പാണ് കൊടുത്തിരിക്കുന്നത്. സഭ്യാവരുടെ അതിന്റെ സർവ്വവാദിലേക്ക് എത്തിക്കാനായിട്ട് അതിലേക്ക് സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസയിലൂടെ ഈ സമയത്ത് ലഭിക്കുന്നു. ഇന്ന് ഓരോരുത്തർ സ്ഥിരമായിട്ടൊന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് പ്രീസ്റ്റ് ഡേ ഉണ്ട്. പ്രീസ്റ്റ് ഡേ സാധാരണ ആഘോഷിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് സാധാരണ ആഘോഷിക്കുന്നത്. വ്യത്യസ്തമായിട്ട് നമ്മുടെ സഭ നമുക്ക് ഒരു ദിവസമായിട്ട് നമ്മളെ സന്തോഷം. ഈ പൗരോഹിത്യം എപ്പോഴും ആചരിക്കുന്ന എന്തിനു വേണ്ടിയെന്നൊരു ചോദ്യം നമുക്ക് ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും കൂടുതലായിട്ടില്ല. ആ പൗരോഹിത്യത്തിൽ എല്ലാവരും കൂടി വന്നുകൊണ്ട് തന്റെ ഡിഗ്നിറ്റിയെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് താൻ ആരായിരിക്കുന്നു എന്നുള്ളത്, താൻ എന്തായിരിക്കുന്നതിനെ കുറിച്ച് ഒന്നും അറിയത്തേക്ക് ചെയ്യാൻ കിട്ടുന്ന വലിയ അവസരമാണ് ഓരോ പൗരോഹിത്യത്തിനും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സഭയുടെ താല്പര്യമനുസരിച്ച് അതുപോലെ സഭാപിതാക്കന്മാർ ആഗ്രഹിച്ചിരിക്കുന്നതനുസരിച്ച് മലാഖന്മാരേക്കാൾ വലിയ സ്ഥാനമാണ് സഭ എന്ന് പുരോഹിതന്മാർക്ക് നൽകിയിരിക്കുന്നത്. എന്താണ് ഒരു മലാഖിക്ക് പോലും അഗ്നിയെ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഒരു കുടിക്കൊണ്ട് മാത്രമാണ് കൈകൊണ്ട് എടുക്കാൻ പോലും സാധിക്കാതിരുന്ന മലാഖിയേക്കാൾ വലിയ സ്ഥാനം പുരോഹിത സഭ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അല്ലെങ്കിൽ ആ എന്റെ ഡിഗ്നിറ്റി എന്താണെന്ന് ബോധ്യം
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാനായിട്ട് ആണെങ്കിലുള്ള ഓരോ കൂട്ടായ്മകളിലൂടെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ ലോകത്തെ ഉദ്യോഗമായിട്ട് പറയാനുള്ളത്. എല്ലാവരും നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കുപ്പായം കഴിയും കുപ്പായം കഴിഞ്ഞാലും അവരൊക്കെ ഒരു ഡിഗ്നിറ്റി എല്ലാവരും കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അച്ഛന്മാരായ സിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും ഡിഗ്നിറ്റി മനുഷ്യർ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യരാണെന്നുള്ള സത്യം അവരിലൊക്കെ തന്നെയാണ്. ഇവിടെയെല്ലാം ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫെയ്ത്ത് കൊണ്ട് അല്ലെങ്കിൽ ഗ്രേസ് കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രത്യേകിച്ച് ജീവിതത്തിൽ നമുക്ക് അല്ലെങ്കിൽ സ്ട്രഗിളിന്റെ ഇടയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കും. ചില സ്ട്രഗിളുകളുള്ള സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളെ പലപ്പോഴും പല ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് പറയുന്നൊരു വിഭാഗമാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നതെല്ലാം മറ്റുള്ളവരിങ്ങനെ വാചാലമായിട്ട് മുന്നിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ ഇഷ്ടംപോലുണ്ട്, സഭയിലുണ്ട്, ഇടവകയിലുള്ള സമൂഹത്തിലുണ്ട്. ഇവരൊക്കെ ദൈവത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അതെല്ലാം ഫേസ് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിനായിട്ട് നമ്മുടെ എല്ലാം പ്രാർത്ഥന എപ്പോഴും നമ്മൾക്ക് ഇങ്ങോട്ട് ഉണ്ടായില്ല, എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിപ്പം പൗരോഹിത്യം മാത്രമല്ല, പിന്നെ പറഞ്ഞപോലെ നമ്മുടെ സഭയുടെ വിവിധ സംഘടനകളെ പ്രവർത്തിക്കുന്ന നമ്മൾക്കുണ്ട് നമ്മുടെ പ്രവൃത്തികൾ നടത്തുന്നത്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതുപോലെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരുടെ ആശംസകൾ സമയത്ത് പൗരോഹിത്യ ദിനത്തിനുള്ള ആശംസകൾ എല്ലാവരോടും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് 1ാം വാർഷികം ആഘോഷിക്കുന്ന തിരുവല്ലയ്ക്ക് അസോസിയേഷൻ എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് സ്ഥാനത്തിന്റെ 1ാം വർഷം ആഘോഷിക്കുന്ന സിസ്റ്റേഴ്സ്, വൈദിക കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ സഭയുടെ പോഷക സംഘടനകൾ, കേന്ദ്ര ട്രസ്റ്റിമാരെ, പോഷക സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്ന പെരുമാലികൾ, തിരുമേനിയുടെ 1ാം വർഷം പൗരോഹിത്യ സ്ഥാനാന്തരണത്തിന്റെ 1ാം വർഷം നാം ഇപ്പോൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷകാലത്തോളം തിരുമേനി നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വെല്ലുവിളികളും അതോടൊപ്പം സഭാംഗങ്ങൾ ചേർന്നുകൊണ്ട് വെല്ലുവിളി സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. സഭാംഗങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് അവരെ പുതിയ ഒരിടയിലാണ് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുവാനായിട്ട് അഭിനന്ദനത്തിലേക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്ന് പൗരോഹിത്യ ദിനം കൂടിയാണ് ആചരിക്കുകയാണ്. തിരുമേനിയുടെ വെല്ലുവിളികളെ കുറിച്ചുള്ള ക്ലാസ് നാം ഇപ്പോൾ കേട്ടു. അല്ലെങ്കിൽ തോന്നുന്നു തിരുമേനിയുടെ പ്രായം ഒട്ടുകൊടിയോ എന്നൊന്നും സംശയം. പരിക്രമവും ഒരു ശുശ്രൂഷയുടെ നൽകും. അതുപോലെ അലമാരിക ശുശ്രൂഷയുടെ നേതൃത്വവും അതിന്റെ അപ്പുറമായി ഒരു പ്രവാസികാരണ ദൗത്യം കൂടി പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് ചേരുന്നതാണ് ഒരു പൗരത്വത്തിലേക്ക് ഓരോ പൗരത്തിലേക്ക് ഉയരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സ്വഭാവം നേടുന്നത് സുവിശേഷ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ്. നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നത് നമ്മുടെ സഭയെയും സമൂഹത്തെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തിരുമേനിയുടെ 1ാം വർഷത്തിലെ ഈ കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ പൗരോഹിത്യത്തിലെ ഈ കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുമേനിക്ക് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വളരെ സംഭവിക്കുന്നു. നന്ദി, നമസ്കാരം. സമയം വൈകിയിരിക്കുന്നത് എനിക്കറിയാം. അഭിനേതാക്കന്മാരെ പ്രത്യേകം
മഹാപൗരത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന അഭിനേതാവായിരിക്കുന്ന ഔദ്യോഗിക പ്രശ്നത്തിൽ വളരെ ശ്രേഷ്ഠരെ പ്രിയ സിസ്റ്റേഴ്സ് അഭിനന്ദിക്കുന്ന സഹോദരി സഹോദരന്മാർ, ദൈവത്തിന്റെ പരിശുദ്ധമാണ് ദൈവരാജ്യത്തിൽ ഓരോരുത്തരെയും നിയോഗിക്കുക. ചിലരെ ഇടയന്മാരായി, ചിലർ പ്രവാചകന്മാരായി, ചിലർ ഭരണകർത്താക്കളായി, ഓരോ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സഭയെ ദൈവമാണ് അനുഗ്രഹിക്കുക. മഹാപൗരത്തിന്റെ ദൈവദാനമാണ്. വിശുദ്ധ ലോകത്തിന്റെ പ്രപഞ്ചം കൊടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അതുപോലെ തന്നെ വിശുദ്ധ യഥാർത്ഥ ഇടയാണ്. തൻ്റെ ഇടയത്തോട് പകർന്നുകൊണ്ട് അനേകം ആടുകളെ നയിക്കുവാനായിട്ട് വിശുദ്ധനായിട്ട് പ്രൊഫസറായിട്ട് താരം നൽകുകയാണ്. സ്തേഫാനോസ് 24:18 വായിച്ചാൽ നീ എൻ്റെ ആടുകളെ വയ്ക്കണം, എൻ്റെ കുഞ്ഞാടുകളെ, എൻ്റെ കുഞ്ഞാടുകളെ, എൻ്റെ മുട്ടാടുകളെ. അങ്ങനെ ഇടയത്തോട് ദൈവത്തിൻ്റെ നാമമാണ്. ആ ഇടയത്തോടെ വലിയ ശ്രേഷ്ഠമായ സാന്നിധ്യമാണ്. ചുരുങ്ങിയ കാലമാണ് തന്നെയും അവിടെ തിരുവോണി എത്രയോ നല്ല രീതിയിൽ സഭയെ നയിക്കുന്നു. പിതാവ് ആ പിതാവിൻ്റെ എല്ലാ പ്രാർത്ഥനയും അതുപോലെ സാന്നിധ്യവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നല്ല അനുഗ്രഹകരമായ ശുശ്രൂഷ തുടർന്ന് നിർവഹിക്കുവാൻ ആശംസകൾ സഭയിലേക്ക് അഭിനന്ദനന്മാരെ, വൈദികരെ, സിസ്റ്റേഴ്സ്, സംസാരിക ട്രസ്റ്റ്, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാൻ, മറ്റു ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളെ, സംഘടനാ ഭാരവാഹികളെ, മറ്റു വിശ്വാസികളെ, ഒരു വർഷക്കാലം നമ്മുടെ സഭയെ ധീരതയോടെ നയിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അഭിമന്യ മാർ ഔബിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത പട്ടാഭിഷേക ആനിവേഴ്സറി ആഘോഷിക്കുന്ന ദിനമാണല്ലോ ഇന്ന്. ഈ അവസരത്തിൽ സെൻട്രൽ മദ്രാസ് മാതൃത്തിന്റെ എല്ലാ ഭാവങ്ങളും ആശംസകളും പ്രാർത്ഥനകളും 54 വർഷക്കാലം സഭയെ നയിച്ച അപ്രേലിയുടെ പിന്താങ്ങിയായി എത്തിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ യൂത്ത് ഐക്കൺ, വൈബ്രന്റ്, എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഓബിനിക്ക് കൂടുതൽ കാലം സഭയെ നയിക്കുവാനുള്ള ദൈവകൃപയും ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചും പ്രാർത്ഥിച്ചും എന്റെ വാർത്തകൾ നിർത്തുന്നു. അഭിനന്ദനങ്ങളെ, വന്യ വൈദികരെ, സിസ്റ്റർമാരെ, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളെ, ഭക്തി സംഘടന പ്രവർത്തക സമിതി അംഗങ്ങളെ, സഭാംഗങ്ങളെ, പാലത്തിലുള്ള സ്ത്രീകളെ ഇന്ത്യയിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും മെത്രാപ്പൊലീത്തയായി സ്ഥാനാരോഹണം ചെയ്ത് ഒരു വർഷം പൂർത്തിയാക്കിയ അഭിനന്ദനമായ ബോഡിക്ക് സഭയുടെ മതബോധന പ്രസ്ഥാനമായ മാരാത്തോൺ സംസ്കൂൾ ആദ്യമായി അഭിനന്ദനം നേരുന്നു. ക്രൈസ്തവ സഭയുടെ വെല്ലുവിളി നേരിടുന്ന ഈ കാലത്തിൽ മാർത്തോമാ സ്ത്രീകളുടെ പാരമ്പര്യവും ആത്മസഭയുടെ വിശ്വാസാർഹ്യം നേടുന്ന നമ്മുടെ സഭയെ മറ്റു മതങ്ങൾക്കിടയിലും ക്രൈസ്തവ സഭകളിലും നമ്മുടെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നയിക്കുവാൻ അഭിനന്ദിക്കുന്ന സാധിക്കുമെന്ന് ആശംസിക്കുന്നു. ക്രൈസ്തവ സഭകളും നമ്മുടെ സഭയിൽ നേരിടുന്ന വെല്ലുവിളിയും പ്രതിസന്ധികളെയും ദേശത്തെ കർമ്മം ചെയ്ത് നമ്മുടെ സഭയെ ദീർഘകാലം നയിക്കുവാൻ തക്കവണ്ണം ആരോഗ്യ സഭയിൽ എല്ലാ അനുഗ്രഹങ്ങളും കഴിവുകളും നമ്മൾക്ക് ഈശ്വരിക്കുക നൽകുകയാണ് ആശംസിച്ചുകൊണ്ട് മാരാത്തോൺ സംസ്കൂളിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. അസോസിയേഷന്റെ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ
സഭ ട്രസ്റ്റി ബോർഡിനെ ചെയ്യുന്ന ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെ, വൈദികരുടെ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള കേന്ദ്ര വിവിധ സംഘടനകളുടെ ഭാരവാഹികളെ, സഹോദരി സഹോദരങ്ങളെ, പൗരോഹിത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ദൈവം ഏത് കാലത്ത് പൗരസ്നേഹികൾ ആ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ളത് ഒരു കാര്യങ്ങളും ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പായില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാ പുരോഹിതന്മാരും, മഹാപുരോഹിതന്മാരായാലും ശരി, സാധാരണ പുരോഹിതന്മാരായാലും ശരി, സന്യാസിമാരായാലും ശരി, അവരുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ അവർ വിളിക്കപ്പെടുന്നു. ആ വിളിക്കൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രതികരണമാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിളി കേൾക്കാനും അതിന് നല്ല രീതിയിൽ പ്രതികരിക്കാനും നമുക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഒരു കേൾക്കുന്ന സമയത്ത് പ്രതികരിക്കണമെങ്കിൽ നമ്മൾ അത്രയും സെൻസിറ്റീവായിട്ട് ഇരിക്കുകയില്ല. ഇതുപോലെ ഈ 3ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന അവസരത്തിൽ കേന്ദ്ര ട്രസ്റ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രപ്പോസൽ വന്നിരുന്നു. നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ആഘോഷിക്കേണ്ടത്, നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നേറ്റ് പോകാം. കലാപരമായ പ്രൊജക്റ്റുകൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ചാരിറ്റി പ്രവർത്തനമൊക്കെ ആയിട്ട് നമുക്ക് മുന്നേറ്റ് പോകാം എന്നൊക്കെ അവർക്ക് ഒരു പ്രപ്പോസൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു തീരുമാനം എടുത്തു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് വേണം, പക്ഷേ ഇത് പുരോഹിതന്മാരുടെ ഒരു ദിവസമായിട്ട് നമ്മുടെ സഭയിൽ പൗരോഹിത്യത്തിന്റെ ഒരു ദിനമായിട്ട് ആചരിക്കാനായിട്ടാണ് എനിക്ക് താല്പര്യം. കാരണം ഒരു പുരോഹിത ദിനം, പൗരോഹിത്യം എന്ന രീതിയിൽ പുരോഹിതന്മാരെല്ലാവരും കൂടെ കൂടി വരും. അവരുടെ പൗരോഹിത്യത്തെ കുറിച്ച്, അവരുടെ ദൗത്യത്തെ കുറിച്ച്, അവരുടെ മിഷൻ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക, ഒരു പുനഃപ്രതിഷ്ഠ നടത്തുക. അതോടൊപ്പം തന്നെ വീട്ടുകാരും ഒരുമിച്ചുണ്ടാകുക, കുടുംബാംഗങ്ങളും ഒരുമിച്ചുണ്ടാകുക. അങ്ങനത്തെ രീതിയിൽ ഒരുമിച്ച് നടത്തുകയാണ് നമുക്ക് ആവശ്യം. കാരണം ഇത് ഇന്നോ നാളെയോ അവസാനിക്കുന്ന ഒരു രീതിയല്ല, മറിച്ച് ദൈവവും മനുഷ്യനും ഈ ലോകത്തിൽ എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ ആ കാലത്തൊക്കെ പ്രവാചക ദൗത്യം ഉണ്ടായിട്ടുണ്ട്, പുരോഹിത ദൗത്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, പൗരോഹിത്യത്തിലും പുരോഹിതന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ദിവസം നമ്മുടെ സഭയായിട്ട് നാം ഒരിക്കലും ഇതുവരെ അങ്ങനെ ആചരിക്കാറില്ല. നമുക്കറിയാം ഉദ്യോഗസ്ഥരുടെയും അതുപോലെ മറ്റ് തിരുമേനിമാർ ഓരോരുത്തരെയും നമുക്കറിയാം. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം 54 വർഷം കഴിഞ്ഞിട്ടുള്ള ഏകദേശം എത്ര വർഷങ്ങളായി, 84 അതുപോലെ തന്നെ 55, 56 വർഷമായി തിരുമേനി പട്ടം ഏറ്റെടുത്തിട്ട്. പക്ഷേ ഈ തിരുമേനിമാരുടെ ഓർമ്മ ദിനം നമ്മൾ മരിച്ചവരുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. കാരണം മെയ് 1-ാം തീയതി മരിച്ചവരുടെ ഓർമ്മ ദിവസമാണ്. ഇന്ത്യയിൽ കാലം ചെയ്യുന്ന എല്ലാ തിരുമേനിമാരുടെയും ഓർമ്മ ദിവസമാണ്. പക്ഷേ പട്ടത്തിന്റെ ഒരു ഓർമ്മ ദിവസം അത് തിരുമേനിമാരുടെ ആയാലും അച്ഛന്മാരുടെ ആയാലും ഒരുമിച്ച് നമ്മൾ ഒരിക്കലും അത് കൊണ്ടാടാറില്ല. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദിവസം അത് ഒരു ദിവസമാക്കിക്കൂടായിരുന്നു. കാരണം അതിനുള്ള കാരണം എനിക്ക് പട്ടം കിട്ടി എന്ന ഒരു കാര്യമല്ല അതിന് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം എനിക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും മാത്രമായിട്ട് ആഘോഷിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പരിപാടി വേണ്ട എന്ന് തന്നെയാണ് ഞാൻ ട്രസ്റ്റിനോട് പറഞ്ഞത്. കാരണം ഒരു ആനിവേഴ്സറി മാത്രമായിട്ട് ആഘോഷിക്കുകയാണെങ്കിൽ അത് വേണ്ട. കാരണം അത് നമുക്ക് അത്ര വലിയ പ്രാധാന്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല. മറിച്ച് എല്ലാ പുരോഹിതന്മാരുടെയും പട്ടത്വത്തിന്റെ ഒരു ആനിവേഴ്സറി എന്ന രീതിയിൽ നമ്മുടെ സഭയിൽ ഒരു പൗരോഹിത്യ ദിനമായിട്ട് നാം ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കുകയാണെങ്കിൽ അത് ഞാൻ ഓക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനു വേണ്ടി നിന്നത്. അതിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നു. അവസാനം ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ അതിനെപ്പറ്റി കുറച്ച് ചർച്ചകൾ നടത്തി. അവസാനം
അവിടെ ഒരു പരിധിവരെ ഒരു സംശയത്തിന്റെ പുറകിൽ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അതിന് മുമ്പ് നെയ്സ് അസോസിയേഷൻ അതിന് മുന്നേ തന്നെ ഈ പരിപാടിയിൽ ദിവസം ആദരിക്കാനും എന്നതിന്റെ ഒരു ശിഷ്ട അതിഥിയായിട്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്തു. നെയ്സ് അസോസിയേഷൻ ഇത് നേരത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്ന സമയത്ത് സഭയായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നെയ്സ് അസോസിയേഷൻ അതിൽ നിന്ന് മാറ്റിയിട്ട് സഭയായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്യാൻ എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. പക്ഷെ എങ്കിൽ തന്നെ ഇതിന്റെ അവസാനം അത് മാറിപ്പോയി. അതിന്റെ ക്ലർജി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വികാരി ജനറൽ അതുപോലെ തന്നെ ക്ലർജി കൗൺസിൽ സെക്രട്ടറി ഒരുമിച്ച് നേതൃത്വത്തിൽ അത് നടത്താൻ അങ്ങനെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് വൈകിയ വേളയിൽ നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞ സമയത്ത് അച്ഛൻ പറഞ്ഞത് ഇത് നേരം വൈകി ഇത് പ്ലാൻ ചെയ്യാനായിട്ട് എന്ന് പറയാനുള്ള കാരണം. പക്ഷെ എന്തൊക്കെയായാലും ഈ ഒരു ദിവസം നമ്മുടെ സഭയില് പുരോഹിതന്മാരുടെ ഒരു ദിവസമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. എന്റെ ഒരു ആനിവേഴ്സറി എന്ന രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സഭയിൽ എത്ര പുരോഹിതന്മാരുണ്ട്? ഇന്ന് നമുക്ക് എണ്ണത്തിന് 85 പേര്. ആ 85 പേര് കുറെ പേര് റിട്ടയർ ചെയ്തിട്ടുള്ളവരുണ്ട്, കുറെ പേര് ഇപ്പോഴും പെൻഷനായിട്ട് ഇരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കുറെ അസുഖമായിട്ട് ഇരിക്കുന്നവരുണ്ട്, കുറെ ചെറുപ്പക്കാരെ പഠിക്കുന്നവരുണ്ട്. ഇവരുടെ എല്ലാവരെയും പൗരോഹിത്യ ദിനത്തിന്റെ ഒരു ആനിവേഴ്സറി എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അർഹതപ്പെട്ടതാണ്. ആ ഒരു പൗരോഹിത്യ ദിനമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാം. ഇതിന്റെ അപ്പുറത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്യാം, അത് വേറൊരു കാര്യമാണ്. പക്ഷെ സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ മറ്റുള്ള സംഘടനകളിലും മറ്റു സഭയായിട്ടും ചാരിറ്റി ആയിട്ടും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം പുരോഹിതന്മാരുടെ ഒരു ദിവസമായിട്ട് മാറ്റി നിർത്താനാണ് എനിക്ക് താല്പര്യമുണ്ടായത്. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഏകദേശത്തെ ഈ രീതിയിൽ വരാനുള്ള ഒരു കാരണം കൂടെ ഈ സമയത്ത് പറയുകയാണ്. ഇന്ന് പ്രത്യേകിച്ചും നമുക്ക് പാർട്ടിയായിട്ട് ഡെലിഗേറ്റായിട്ട് അപ്പത്തിരിമേനിയുടെ ഇത്രയും കൊല്ലത്തെ, അതായത് ഞങ്ങൾക്ക് ജനിക്കുന്ന സമയത്ത് ഓർമ്മ വയ്ക്കുന്ന സമയത്ത് നമ്മൾ തിരുമേനി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പത്തിരിമേനിയാണ് ഓർമ്മ. അതുപോലെ തന്നെ പൗരസ്ത്രീ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തിരുമേനിമാരെ ആയിട്ടുള്ളവരാണ്. അവരുടെ ആ ചരിത്രവും അവരുടെ ഈ സഭയിലുള്ള ഇത്രയും നാളത്തെ അവരുടെ പ്രവർത്തനമൊക്കെ നമുക്ക് ഒരിക്കലും ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത്. അങ്ങനെ തിരുമേനി ഈ സഭയെ നയിച്ച തിരുമേനിമാരെ ഈ സമയത്ത് നമ്മൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇപ്പോഴും അപ്പം തിരുമേനി നമ്മുടെ ഇടയിലുണ്ട്. അപ്പം തിരുമേനി എന്താ പറയാ വയസ്സായിട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെങ്കിലും വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ളതുകൊണ്ട് തിരുമേനിക്ക് പലപ്പോഴും അവിടെ പോകുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ പള്ളികളിൽ തിരുനാളിലൊക്കെ പോകുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്കും തിരുമേനി പറയും പോവാം എന്ന് പറഞ്ഞു പോകും. വലിയ വലിയ പെരുന്നാളുകൾ വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. പക്ഷെ ആ ഒരു രീതിയിൽ തിരുമേനി ഇന്ന് വന്നു. തിരുമേനിയോട് പ്രത്യേകം ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസ മെത്രാപ്പൊലീത്ത തിരുമേനി തൃശ്ശൂർ ദാസൻ ഭയങ്കര ഓർത്തഡോക്സിയായി സഭ തിരുമേനിയെ പറ്റി ഒരുപാട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ സഭയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. മാത്രം ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്കൂളുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് മാനേജറായിട്ടും ഇപ്പോൾ തിരുമേനിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സിനഡ് തെരഞ്ഞെടുത്തിട്ട് നമുക്ക് തന്നെ അറിയാം, ഒരു കോർപ്പറേറ്റ് 4 സ്കൂൾ കൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയിലെ മൊത്തം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും മാനേജർ എന്ന രീതിയിൽ തിരുമേനി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അത് പറയാതെ തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. എങ്കിൽ തന്നെ സമയമുണ്ടാക്കി തിരുമേനി നമ്മുടെ അടുത്ത് വന്നു. ഏകദേശം 1 മണിക്കൂറിലധികം നീളുന്ന രീതിയിൽ പൗരോഹിത്യത്തെ കുറിച്ചും ഇന്ന് ഉള്ള പ്രസക്തിയെ കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും വളരെ സസൂക്ഷ്മം നമ്മളോട് പറഞ്ഞു തന്നു. തിരുമേനിക്ക് പ്രത്യേകം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുമേനി ഇവിടെ വന്നു. തിരുമേനി ഞാൻ ഫോണിലാണ് വിളിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം സെമിനാരിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ആ സമയത്ത് തിരുമേനി പഠിപ്പിക്കാനുണ്ടായിരുന്നു.
അതായത് സിനിമയെ അവിടെ പഠിപ്പിക്കുന്ന സമയം നമ്മുടെ വൈദ്യുതിയൊക്കെ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ച്, അതായത് ജൂനിയർ സീനിയറായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ സെമിനാറിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തിരുവേലിക്ക് കല്യാണക്കെട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചുരമൊക്കെ കഴിഞ്ഞു പോയിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് പറയും തേങ്ങക്കെട്ട് പള്ളിയിൽ ഒരു കല്യാണക്കെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വരാൻ നേരം വൈകും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടാണ് തിരുവേലി കോഴിക്കോടേക്ക് വന്നത്. തിരുവേലിയുടെ പ്രത്യേകം ഈ സമയത്ത് അതോടൊപ്പം തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ക്ലർജി കൗൺസിൽ സെക്രട്ടറിയും അതുപോലെ തന്നെ വികാരി ജനറലും അവരാണ് ഇതിന്റെ പുറകിൽ നിന്ന് പണിയെടുത്തത് മുഴുവൻ. അവർക്ക് പ്രത്യേകം അതുപോലെ ചെയർമാൻ, ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിന്റെ ചെയർമാൻ, അതുപോലെ സെൻട്രൽ ട്രസ്റ്റീസ് ഇവിടെയുണ്ട്. അവർക്കുള്ള പ്രത്യേകം നന്ദിയും ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. മാത്രമല്ല ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച് എല്ലാ സംഘടനകളുടെയും പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഫാദർ ജാക്സ് ചാപ്പി, സിസ്റ്റർ ഡോക്ടർ ജിൻസി, ശ്രീ അബി ചന്ദ്രശേരി, ശ്രീമതി ഷെറി സൈൻ, ശ്രീ ഇവാൻ ജോസ് എന്നിവ എല്ലാ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും അതുപോലെ തന്നെ അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. അതോടൊപ്പം ഇന്ന് നമുക്ക് കൂടെയുള്ളത് വൈദികരുടെ കുടുംബാംഗങ്ങളാണ്. ആ വൈദികരുടെ കുടുംബാംഗങ്ങളും കൂടെ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ആ കുടുംബാംഗങ്ങൾ ഇത്രയും സമയമെടുത്ത് ഇത്രയും സമയം ഇവിടെ ഇതിനായിട്ട് ചെലവഴിച്ചതിന് ഇന്ന് പ്രത്യേകം വന്നതിന് പ്രത്യേകം നന്ദി കൂടെ ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. അതില്ലാതെ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതൊരു പൗരോഹിത്യ ദിനമായിട്ട് തുടരട്ടെ. നമ്മുടെ സഭയിൽ പൗരോഹിത്യത്തിന് ഇനിയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിരോധന്മാരില്ല എങ്കിൽ ഒരുപക്ഷെ സഭ ഇനി എന്താകും എന്നുകൂടെ നാം ആലോചിക്കേണ്ടത്. അതായത് യേശുക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് ആളുകൾ വന്നാൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ കൂട്ടം ആയിട്ടായാലും സഭയായിട്ടായാലും ഇവിടെ നിലനിൽക്കുള്ളൂ. യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ സ്വന്തം ശരീരവും സ്വന്തം മനസ്സും അതുപോലെ തന്നെ സ്വന്തം അവകാശപ്പെടുന്നതെല്ലാം വിട്ടുകൊടുക്കാനായിട്ട് മനസ്സുമില്ലാമ്പോൾ ഈ ഒരു തൊഴിലിലേക്ക് തിരിച്ചു വരാൻ, ഈ തൊഴിൽ എന്ന് പറയാനായിട്ട് ഈ ഒരു പ്രൊഫഷനിലേക്ക്, ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ആ ഒരു ഒരു മനസാന്നിധ്യത്തോടുകൂടെ തന്നെ അത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ആകുമ്പോൾ മാത്രമേ അതിനൊരു പൂർത്തീകരണം വരുന്നത്. അങ്ങനെ പൂർത്തീകരണം വരുന്ന ഒരു പൗരോഹിത്യത്തിന്റെ വിധിയിലേക്ക് വരാനായിട്ട് ഇനിയും കൂടുതൽ ആളുകൾ ഇതിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ സഭയിൽ ഇപ്പോൾ പൗരോഹിത്യത്തിന്റെ പുരോഗമനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ആ എണ്ണം എത്താനായിട്ട് കൂടെ ഈ ഒരു അവസരം ഈ സമയത്ത് പറയുന്നു. താല്പര്യമുള്ളവർ വീണ്ടും പൗരോഹിത്യത്തിലേക്ക് കടന്നു വരണമെന്നും യേശുക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള താല്പര്യത്തോടുകൂടെ വരണമെന്നും കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത നിർത്തുന്നു. നന്ദി. തിരുമേനിമാരെ, ഇന്ന് വന്നിരിക്കുന്ന വൈദികരെ, സന്യസ്തരെ, വലിയ അംഗങ്ങളെ, ചെയർമാൻ അംഗങ്ങളെ, വിവിധ സംഘടനകളുടെ ഭാരവാഹികളെ, മറ്റ് എല്ലാവരും ഞാൻ ഒരു നന്ദി എന്താണ് പറയേണ്ട ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ചുമതല കൂടിയാണ് വാസ്തവത്തില് എന്നാണ് പറയുന്നത്. ഇന്ന് ഓരോ ദിനമായിട്ട് നാം ആചരിക്കുന്നുവെങ്കിൽ വാസ്തവത്തിലെ തിരുമേനിയുടെ വലിയ ദർശനമാണ് നിന്നുള്ള ആ കാഴ്ചപ്പാട്. അതുകൊണ്ട് എല്ലാവരോടും തിരുമേനിയുടെ ഈ കാവ്യശാഖ വാർഷികത്തിന്റെ 1-ാം വർഷം പൗരത്തിൽ നടത്തുവാനായിട്ട് സഹകരിച്ച എല്ലാവരോടും നന്ദിയാണ് തിരുമേനി സൂചിപ്പിച്ചത്. വാസ്തവത്തിൽ തിരുമേനി പറഞ്ഞ കാര്യം ഒന്നുകൂടെ എനിക്ക് അടിവരായിട്ട് പറയുവാനുണ്ട്. എപ്പോഴും നമ്മുടെ ജനങ്ങളുടെ 2 കാഴ്ചപ്പാടുകളാണ്. ഒന്ന്, പുരോഹിതർക്ക് കാര്യമായിട്ട് തൊഴിലൊന്നുമില്ല എങ്കിലും പുരോഹിതരാകുവാൻ ഒരുപാടായിട്ട് അറിയാൻ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, പുരോഹിതരാണ് ഒരു സഭയുടെ എല്ലാം എന്ന് വിചാരിച്ച് എല്ലാ ഉത്തരവാദിത്വം പുരോഹിതനെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് മറക്കുകയാണ്. പുരോഹിതൻ തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ദിവസത്തിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ട പൗരോഹിത്യ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലവർക്കും പുരോഹിതനെ
വരുമ്പോൾ അത് ആമുഖമായിരുന്നു. പക്ഷേ ഒരു സഭയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, ഇടവകയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അതൊരു ഇടവകയാകുന്നത്, ഒരു കൂട്ടായ്മയാകുന്നത് എന്നൊക്കെ മനസ്സിലാകും. പല സഭകളിലും വൈദ്യുതി തന്നെയാണ് കൂടെ കൂട്ടമാളുകൾ അവരുടെ ഇടവിശ്വാസമുണ്ടായി. ആ സമയത്ത് മാത്രമേ പൗരോഹിത്യത്തിന്റെ ഭാരം പങ്കിടുവാനായിട്ടും അത് നയിക്കപ്പെടുവാനുമായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പലരും പുരോഹിതരാകുന്നത് അതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സഭയ്ക്ക് പുരോഹിതരുടെ ആവശ്യമുണ്ട്. അത് വാസ്തവത്തിലെ ഈ വിശ്വാസത്തോട് നയിക്കുന്ന ഒരു ദൗത്യമുണ്ട് എന്ന് നമുക്കറിയാം. അതിലേക്ക് പുരോഹിതരെ കൂടുതലായ ആളുകളായിട്ട് കടന്നു വരണം. ഇന്ന് വെല്ലുവിളികളേറെയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് അറിയുന്നില്ലെന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലായാലും മറ്റു മീഡിയയിലും തമ്മിൽ കാണുമ്പോഴൊക്കെ നമുക്ക് ഒന്നും മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് വൈദികന്റെ പഠനം ഇന്ന് ഏറെ ആവശ്യമാണ്. അമ്മായിയുടെ വൈദികൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. അതിന് പഠിക്കുവാൻ തയ്യാറായിട്ടുള്ള, സേവനം ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള, സേവനത്തിന് കാഴ്ചപ്പാട് കൊടുക്കുന്ന വൈദികരെ നമുക്ക് ആവശ്യമുണ്ട്. അത് ഇതുകൊണ്ട് എല്ലാവരും അതിനെ പ്രചാരകരായി അതൊക്കെ കടന്നു പോകാനായിട്ട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ അധ്യമായിട്ട് നടത്തുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ വർഷം നടന്നതിന്റെ തുടർച്ച കൂടിയാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് അധ്യക്ഷ വഹിക്കുവാനായിട്ട് അഭിപ്രായത്തിനിടയിൽ എനിക്ക് നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് വന്ന് അത് എത്രയും ഭംഗിയായി തീർക്കുവാനായിട്ട് പറ്റായിട്ട് ജനകിക്കുന്ന ചുമതല നിർവഹിക്കുവാനായിട്ട് സാധിച്ചതിന്റെ സന്തോഷമുണ്ട്. പിന്നെ ഡോക്ടർ മാലപ്പുറത്ത് എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഇനി നമുക്ക് പൗരോഹിത്യത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഇനി ആയിരിക്കണമെന്നുള്ളത് വളരെ വിശദമായിട്ട് അവതരിപ്പിച്ച സോഷ്യൽ മീഡിയയൊക്കെ പലപ്പോഴും നമ്മളത് വെറുക്കുന്ന അവസരങ്ങൾ ഉണ്ടാക്കുക. നമുക്ക് നമ്മളെ ചോദ്യം ചെയ്യുന്ന അവസരങ്ങൾ, വെറുക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുക. എന്നാൽ വളരെ കാര്യമായിട്ട് ലോകത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു ഇടയശ്രേഷ്ഠനായി തീരുവാനായിട്ട് ഓരോ പരിപാടിയും സാധിക്കേണ്ടതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവത്തിലേക്ക് അടുത്തുവാനായിട്ടുള്ള ആ സഞ്ചാരമാരി ആ ജീവിതത്തിന്റെ ആരാധന ഭാവയെ മുന്നോട്ട് നീങ്ങുവാനായിട്ട് ഉറപ്പിച്ചു. കൂടുതലായിട്ട് വിശദമായിട്ട് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ് പുരോഹിതന്മാർക്ക് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ കുറിച്ച് പ്രഭാഷണം നടത്തിയ അഭിമുഖ യുവാക്കളുടെ നന്ദി ഇവിടെ തിരക്കിലും ഇവിടെ വന്ന് ആശംസ അറിയിക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരം കഴിഞ്ഞ വർഷം ക്ഷണിക്കാൻ കാണുവാൻ സാധിച്ചില്ലെന്ന്, എങ്കിലും കഴിഞ്ഞ വർഷം വരാത്തതിന് എന്തായാലും വർഷം വരും എന്ന തീരുമാനങ്ങൾ വന്നതിനായിട്ട് വളരെ നന്ദിയുണ്ട്. തിരക്കിന് ഉണ്ടായ ദിവസം വാക്കുകൾക്ക് തിരക്കിലും തിരുമേനി നേതൃത്വത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. അതുപോലെ പ്രിയ ക്ലോസ് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഒരുമിച്ച് പറയട്ടെ, ട്രസ്റ്റ് ചെയർമാൻ, സംഘങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന വൈദികരും എല്ലാവരും വന്നു. തിങ്കളാഴ്ച ഉത്സവമായി പലർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാടായിട്ട് വന്നിരുന്നു, വന്നിരുന്നു. വൈദികരൊക്കെ കുടുംബാംഗങ്ങൾ, സാധാരണ കുടുംബാംഗങ്ങൾ വരുന്ന അവസ്ഥ ഇന്ന് സാഹചര്യം കുറച്ച് വർഷങ്ങൾ സാഹചര്യം കുറവാണ്. അപ്പോൾ അത് വന്ന് ഈ ശൂന്യ സമയത്ത് എല്ലാവരും അറിഞ്ഞു വന്നതിനായിട്ട്
വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ 5 സംഘടനകളിൽ നിന്നും ഭാരവാഹികളിൽ നിന്നും അവർ പറഞ്ഞ മാത്രമേ തന്നെ ഒരുപാട് സംഘടന കാണിച്ചു വന്നതായിട്ട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മുടെ ഇന്ന് അഭിമന്യ അവിടെയും ഒരു കാര്യമാണ്. അന്ന് മഹാദേവിയുടെ അതിസന്ദർശനമായിരുന്നു. അതിനുശേഷമുള്ള അതിസന്ദർശനമായിരുന്നു. ആ സന്ദർശനത്തില് ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് വലിയ പ്രസവിച്ചപ്പോൾ ഉത്തരവാദിത്വത്തെ കുറിച്ച് വളരെ നീണ്ട ഒരു ലിസ്റ്റ് വായിക്കുകയുണ്ടായി. വായിച്ചു കേട്ടപ്പോൾ അത്രയും വലിയ ലിസ്റ്റായിരുന്നു. ആ ലിസ്റ്റ് വായിച്ച് ഏറെ വെല്ലുവിളികൾ ചലഞ്ചസ് നടത്തുന്നതാണ് ഒരു മഹാബലിയുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന എല്ലാ ഭാഗത്തും കൂടുതലായിട്ട് അനേകം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന വ്യക്തിത്വങ്ങളാണ്. അതിന്റെ അഭിനന്ദനൊന്നും ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും അതിൻ്റെതായ പങ്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എങ്കിലും ആ വെല്ലുവിളിക്ക് അതിജീവിച്ചുകൊണ്ട് ഒരു വർഷം മുന്നോട്ട് നീങ്ങുവാനായി ഇനിയും പട്ടണത്തിലേക്ക് ഉണ്ടാകാൻ എങ്കിലും സന്തോഷത്തിന് അനേകം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. സന്തോഷവും വെല്ലുവിളികളും നേരിട്ട് മുന്നോട്ട് നീങ്ങുവാനായിട്ട് തിരുവനന്തപുരത്ത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്കിന്ന് വളരെ ഷോർട്ട് നോട്ടീസിൽ തന്നെ ഇന്നൊരു അവതാരികയെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൃഷിക്കാരൻ അവരുടെ സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അത് മറന്ന് ഓർപ്പിക്കുകയും അവർ ചെയ്ത കൃഷിയുടെ മുമ്പത്തെ നന്ദിപാലനം പോലെ തന്നെ പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആദരിക്കുവാനായിട്ട് നമ്മുടെ സഭയിലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും സന്നിഹിതരായിട്ടുള്ള വൈദികരെ ഉദ്ദേശിച്ചത് എല്ലാവരും വന്നു. അവരോട് എല്ലാവരോടും വിളിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരോടും